കേരളത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നമ്മളെ വളരെ ഉത്കണ്ഠപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടുകളിൽ വരുന്ന മാറ്റം അത് ഭരണ സംവിധാനത്തിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ, യാതൊരു നിയമവും മര്യാദയും ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിവെക്കുന്ന സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ഇന്ന് പുറത്തു വന്നത് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. തമിഴ്നാട് ഗവർണർ അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നവരെ പോലെയാണ് പല ഗവർണർമാരും കുറച്ചു കാലമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നതിന് ശേഷം വിശേഷിച്ചു. അതിന് മുമ്പുള്ള ഗവൺമെൻറ്റുകളൊന്നും ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞതിനർത്ഥമില്ല. കേരളപ്പിറവിക്ക് ശേഷം 57-ൽ EMS ഗവൺമെൻറ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിയമസഭയിലുള്ള ഭൂരിപക്ഷം നിലനിൽക്കുമ്പോൾ, കേരളത്തിൽ ക്രമസമാധാനം മുഴുവൻ തകർന്ന് താറുമാറായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള റിപ്പോർട്ട് കൊടുത്തതും കേരളത്തിൽ നിന്നൊരു ഗവർണറായിരുന്നു. അപ്പോൾ ഗവർണർമാരുടെ ദുരുപയോഗം മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ BJP ഭരണത്തിന് കീഴിൽ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ്. അത് കോടതികൾ പൊതുവിൽ നിസ്സംഗമായി നോക്കി നിൽക്കുന്ന ദയനീയമായ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. കോടതികൾ അങ്ങനെ നിന്നൂടാ. കാരണം ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ വ്യാഖ്യാനിക്കാൻ അവകാശമുള്ളത് സുപ്രീം കോടതിക്കാണ്. ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഹൈക്കോടതികൾ മുതൽ എല്ലാ കോടതികൾക്കുമുണ്ട്, പ്രത്യേകിച്ച് ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും. അപ്പം അതുകൊണ്ടൊരു കോടതികളുടെ പെരുമാറ്റത്തിലുള്ള പോരായ്മകളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പോരായ്മകളാണ് സമീപകാലത്ത് നമ്മൾ അധികം കേട്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ദുർഗന്ധമലീമസമായ അന്തരീക്ഷത്തിൽ ശുദ്ധവായുവിൻ്റെ ഒരു ചെറിയ പ്രവാഹം കടന്നു വരുന്നത് പോലെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ തമിഴ്നാട് ഗവർണർ ബില്ലുകൾ, തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഗവർണർ ഇങ്ങനെ പെരുമാറുന്നതെന്നുള്ള ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് പ്രധാനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഭരണഘടനാപരമായി സമതുലിതമായി പോകുക, അതല്ലെങ്കിൽ വിഘടനവാദ സാഹചര്യം രൂപപ്പെടുക. അപ്പോൾ ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായൊരു പ്രശ്നം സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊന്ന്, ഇന്ന് തന്നെ പോളിറ്റ് ബ്യൂറോ CPM 6-ാം തീയതി മധുരയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പോളിറ്റ് ബ്യൂറോ ഇന്ന് 2 പ്രസ്താവനകൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടി ആശയവിനിമയം നടത്തിയിട്ട്. ഒന്ന്, ഈ തമിഴ്നാട് ഗവർണറുടെ പെരുമാറ്റത്തെ വിമർശിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ പ്രസക്തി, കേരള ഗവൺമെൻറ്റും കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളത്തിലെ മുമ്പുണ്ടായിരുന്ന ഗവർണർ ഈ തമിഴ്നാട് ഗവർണറോടൊക്കെ മത്സരിക്കുന്ന വിധത്തിലാണ് ജനാധിപത്യ തത്വങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരാവകാശങ്ങളും ഹനിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരായിട്ട് കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. അത് ശരിവെക്കുന്ന ഒരു വിധിയാണ് തമിഴ്നാട് ഗവർണറുടെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ആ ഒരു പ്രസ്താവന ഇന്ന് പോളിറ്റ് ബ്യൂറോ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതത്തിൻ്റെയും ഒക്കെ വില ഉയർത്തി നിർത്തുകയും അതിൽ നിന്ന് പിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പിരിക്കുന്ന ടാക്സ് അത് സംസ്ഥാനങ്ങളുമായി വീതം വെക്കേണ്ട ടാക്സിൻ്റെ ഗണത്തിൽപ്പെടുത്താതെ കേന്ദ്രത്തിന് മാത്രം കൈവശപ്പെടുത്താവുന്ന സർചാർജിൻ്റെയും സെസ്സിൻ്റെയും ഒക്കെ രൂപത്തിൽ പിരിക്കുന്ന 2 തെറ്റായ തീരുമാനങ്ങൾ. ഒന്ന്, ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം
വില ഉയർത്തി നിർത്തുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇതിന്മേൽ പിരിക്കുന്ന നികുതി സംസ്ഥാനങ്ങളുമായി വീതം വെക്കേണ്ട നികുതിയുടെ ഗണത്തിൽപ്പെടുത്തുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്. അതിനെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും ഇന്നിപ്പോൾ ബ്യൂറോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ജനജീവിതത്തെയും സമ്പദ്ഘടനയെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ ജനവിരുദ്ധമായ സമീപനം കേന്ദ്ര ഗവൺമെൻറ് പിന്തുടരുന്നു എന്നുള്ളതാണ് പെട്രോളിയം, പ്രകൃതിവാതകം, പാചകവാതകം ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തീരുമാനത്തിലുള്ളത്. മറ്റൊന്ന്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന തന്നെ മുന്നോട്ട് വച്ചിട്ടുള്ള ആശയം, ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഇന്ത്യയെ ഭരണഘടന നിർവചിക്കുന്നത്. സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു യൂണിയനാണ് ഇന്ത്യ. സംസ്ഥാനങ്ങൾ ഇന്ത്യൻ അസ്തിത്വത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് അവഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് ഫെഡറൽ ഫൈനാൻസിൻ്റെ മേഖലയിലും ഫെഡറൽ പൊളിറ്റിക്സിൻ്റെ മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പിന്തുടരുന്നത്. പിന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം. RSS അനുകൂലികൾ അടങ്ങുന്ന സെൻസർ ബോർഡ് അത് അനുമതി കൊടുത്ത സിനിമയാണ്. നിയമപരമായി പ്രദർശിപ്പിക്കാൻ അനുമതി ലഭിച്ച സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഓർഗനൈസർ എന്ന് പറയുന്ന RSSൻ്റെ മുഖപത്രത്തിൽ ഇതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ലേഖനം വരിക, എന്നിട്ട് ഔപചാരികമായ ഒരു ശ്രമവും ഈ സിനിമയുടെ ഏതെങ്കിലും ഭാഗം നീക്കം ചെയ്യണം എന്ന തരത്തിൽ വരുന്നില്ല. ഈ RSSൻ്റെ പേശീബലം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഇതിലെ ഭാഗങ്ങൾ നിങ്ങൾ നീക്കിയില്ലെങ്കിൽ നിങ്ങളെ ശരിപ്പെടുത്തുമെന്ന് അനൗപചാരികമായി ഭരണഘടനാ ബാഹ്യമായ നിയമബാഹ്യമായ ബന്ധപ്പെടലുകളിലൂടെ ഇവരെ ഭയപ്പെടുത്തുന്നു. സിനിമ ഒരു കലാരൂപം മാത്രമല്ല, ഒരു വ്യവസായവുമാണ്. ഒരുപാട് പണം മുടക്കി ആയിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ പല പ്രവർത്തനത്തിലും പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് തൊഴിലാളികൾ, അഭിനേതാക്കൾ തൊഴിലാളികളാണോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അവർക്ക് സംഘടനയുണ്ട്. പക്ഷേ ക്യാമറ ചലിപ്പിക്കാൻ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണ്ട. അപ്പം അങ്ങനെ പണം മുടക്കി ഒരു കലാരൂപവും അതേസമയം ഒരു വ്യാവസായിക ഉൽപ്പന്നവും കൂടിയായിട്ടുള്ള സിനിമ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനം മതിയാക്കി തിരിച്ചു പോകേണ്ടി വരും. ഇങ്ങനൊരു സമീപനം ഒരു ഗവൺമെൻറ് എടുത്താൽ ഏറ്റവും മ്ലേച്ഛമായ സമീപനമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇവരെ നിയന്ത്രിക്കുന്ന നാഗ്പൂരിലെ മോഹൻ ഭഗത്തും കൂടെ ചേർന്ന് എടുത്ത്. നിസ്സാരമായി കണ്ടൊരു കാര്യമല്ല. കവിത എഴുതുന്നവർക്ക് ഇത് ബാധകമാകുന്ന ആളെ ബാധകമായി കഴിഞ്ഞു. സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് ഇത് ബാധകമാണ്. അദ്ദേഹത്തിന് വേണ്ടി വന്നൊരു വളരെ പ്രശസ്തമായ കാർട്ടൂൺ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എന്നാലും അത് ഞാൻ പറയുകയാണ്. ഇന്ത്യയിൽ കൊമേഡിയന്മാരെ എല്ലാം നിരോധിച്ചിരിക്കുന്നു. ഒരു രാജ്യം ഒരു കൊമേഡിയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു കൊമേഡിയൻ ആരാണ്, ഏതെങ്കിലും വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണോ എന്നൊക്കെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ എല്ലാ പ്രതിഷേധത്തെയും അമർച്ച ചെയ്യും എന്ന നവഫാസിസ്റ്റ് മനോഭാവവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിലുള്ളത്. അത്തരമൊരു സന്ദർഭത്തിൽ പാർട്ടിയുടെ 24ാം കോൺഗ്രസ് മധുരയിൽ ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഈ നവഫാസിസ്റ്റ് പ്രവണതകൾ ഇന്ത്യൻ സമൂഹത്തെ, ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ ഒക്കെ തകർക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള അതിവിശാലമായ ജനകീയ സമരമുന്നണി വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഇന്ത്യൻ ജനങ്ങളുടെ ഒന്നാമത്തെ കടമ. അതിൽ സംഭാവന ചെയ്യാനാണ് CPIM അതിൻ്റെ കഴിവ് ഒന്നാമതായി വിനിയോഗിക്കുക. അത്തരമൊരു സമരത്തിൽ CPIMന് അതിൻ്റെ കഴിവുകൾ ഇന്നത്തെ നിലയിൽ വിനിയോഗിക്കാൻ കഴിയും, വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ CPIMൻ്റെ സ്വാധീനം 10 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇതുപോലുള്ളൊരു സമരത്തെ ശക്തമായി കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ദേശീയമായ രാഷ്ട്രീയ ഇടപെടലിലും പോരാട്ടത്തിലും CPIMന് ഫലപ്രദമായി ഇടപെടാൻ കഴിയണമെങ്കിൽ ഇന്നത്തേതിനെ അപേക്ഷിച്ച് CPIMൻ്റെ സ്വാധീനവും മറ്റിടതുപക്ഷ പാർട്ടികളുടെ സ്വാധീനവും, ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ സ്വാധീനവും പല മടങ്ങ് വർദ്ധിപ്പിക്കണം. അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ കുറവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം ഇനിയുള്ള നാളുകളിൽ. ഇങ്ങനെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് 24ാം പാർട്ടി കോൺഗ്രസ് സമാപിച്ചിരിക്കുന്നത്. അവിടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ
പ്രധാനപ്പെട്ട ഒട്ടേറെ സഖാക്കൾ പാർട്ടി ഇപ്പോൾ പുതുതായിട്ട് നടപ്പാക്കുന്ന പ്രായ മാനദണ്ഡം അനുസരിച്ച് അവരുടെ പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പ്രായ മാനദണ്ഡ പ്രകാരം ഒഴിവായ സഖാക്കളെല്ലാം തുടർന്നും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തങ്ങളുടെ കഴിവുകൾ വിനിയോഗിക്കും എന്ന് സമ്മേളനത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ ചില ഉത്തരവാദിത്വ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിട്ടേ ഉള്ളൂ. പാർട്ടി പ്രവർത്തനത്തിൽ തുടർന്നും മുമ്പെന്നത്തെയും പോലെ അവർക്ക് അവരുടെ സംഭാവനകൾ തുടർന്ന് നൽകാൻ കഴിയും. പാർട്ടിക്ക് വലിയ ചില നഷ്ടങ്ങൾ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം മധുര പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോഴുണ്ടായിട്ടുണ്ട്. അത് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ മരണമാണ്, സീതാറാമിൻ്റെ മരണമാണ്. അദ്ദേഹം ഈ പാർട്ടി കോൺഗ്രസിന് ശേഷവും പോളിറ്റ് ബ്യൂറോയുടെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ആളായിരുന്നു. അത് വലിയ നഷ്ടമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനും PB അംഗമായിരിക്കുമ്പോഴാണ് ഇതിനിടയ്ക്ക് മരണമടഞ്ഞു. ബുദ്ധ ഭട്ടാചാര്യയുടെ മരണവും അതുപോലെ MM ലോറൻസ് ഉൾപ്പെടെയുള്ള പല പ്രമുഖരായ തൊഴിലാളി പ്രവർത്തകരുടെ മരണവും ഒക്കെ ഉണ്ടായി. പ്രകൃതിക്ക് മനുഷ്യൻ്റെ മേലുള്ള വിജയമാണ് ഈ മരണം, നമുക്കാർക്കും ഒഴിവാക്കാൻ കഴിയുന്നതല്ല. അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അവശേഷിക്കുന്ന സഖാക്കൾ തങ്ങളാലായ വിധം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങുക മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ആ നിലയിൽ ഒരു കൂട്ടം പുതിയ സഖാക്കളെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിലെ തന്നെ വനിതാ പ്രാതിനിധ്യം ആഗ്രഹിച്ച തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സ്ഥാനമൊഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ 17% പ്രാതിനിധ്യമാണ് വനിതകൾക്കുണ്ടായിരുന്നത്. അതിപ്പോൾ 20% ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു കാര്യമല്ല, എന്നാലും മുമ്പത്തെ അപേക്ഷിച്ച് 3% വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പാർട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പാർട്ടി ശ്രമിച്ചു വരികയാണ്. അങ്ങനെ പരിചയസമ്പന്നരും കർമ്മോന്മുഖരായ പുതിയ തലമുറയിൽപ്പെട്ടവരുമൊക്കെ അടങ്ങുന്ന ഒരു നേതൃത്വത്തെ വാർത്തെടുക്കാനുള്ള ശ്രമം പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിലും ഒരു പരിധിവരെ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ വാഗ്ദാനം, അതേ ഞാൻ ആമുഖമായി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ വാഗ്ദാനം ഞാൻ ലംഘിക്കുകയാണോ എന്നെനിക്കൊരു സംശയം തോന്നിയപ്പോൾ തന്നെ ഞാൻ നിർത്തുകയാണ്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. അല്ലെങ്കിൽ ചോദ്യം ഉണ്ടായപ്പോൾ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് ഒരെണ്ണം കൊടുക്കാൻ പറ്റും. ഉൾപ്പെടെയുള്ളവർ പോളിറ്റ് ബ്യൂറോയിൽ വന്നതിന് ശേഷമാണ് ഡൽഹിയിൽ കൊടുന്നനെ പൊട്ടിമുളച്ച ആം ആദ്മി പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ അധികാരമേറ്റത്. ആ സമയത്ത് പോലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും വളരെ ദയനീയമായിട്ടാണ് CPMൻ്റെ ഡൽഹിയിലെ പ്രവർത്തനം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മുടെ കൺമുന്നിൽ തന്നെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന പാർട്ടികൾ പോലും അധികാരം ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ പിടിക്കുമ്പോൾ വളരെ വലിയ ഐഡിയോളജിയും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനത്തിന് കയ്യിലിരുന്ന സംസ്ഥാനങ്ങൾ നഷ്ടമാവുന്നു, പുതിയ ഒരിടത്തും അധികാരത്തിലോ ഇല്ലെങ്കിൽ അങ്ങനെ കടന്നു വരാനും കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? ആദ്യത്തെ ചോദ്യം തന്നെ വല്ലാത്ത കുഴക്കുന്നൊരു ചോദ്യമാണ്. പക്ഷെ ഞങ്ങൾ ആലോചിക്കാത്ത വിഷയമല്ല. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ള നിലയിൽ പറയാവുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ വിശദമായി ഇതുപോലൊരു പത്രസമ്മേളനത്തിൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇത് മറുപടി ഇന്നൊഴിയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. എനിക്കതിന് തോന്നുന്ന ഒരു മറുപടി, CPIM യഥാർത്ഥത്തിൽ ആരുടെയെല്ലാം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിട്ടുവീഴ്ചയില്ലാതെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന വസ്തുത അത്തരം വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്ന വിധത്തിൽ അവരോട് വിശദീകരിച്ചു കൊടുക്കാൻ ഞാൻ പരാജയപ്പെടുന്നത് കൊണ്ടാണ് എന്നേ പറയുന്നത്. ഞാനെന്ന് പറയുമ്പം ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് CPIM നിലകൊള്ളുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള കൊടിയ യാതന അനുഭവിക്കുന്ന ദരിദ്രം, അവർക്ക് വേണ്ടിയാണ് CPIM നിലകൊള്ളുന്നത്. അതിന് രേഖകളിലല്ലാതെ വ്യക്തമാണ്, സമീപനങ്ങൾ വ്യക്തമാണ്. CPIM ഓരോ പ്രശ്നത്തിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇവരെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ടവർ അവരെന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റം പറയാനല്ല,
ഞാൻ തയ്യാറാവുക. അവർക്കിത് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അവരോടിത് പറയാൻ എനിക്ക് കഴിയുന്നില്ല, പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല, അവർക്കിടയിൽ പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവർക്ക് കഴിയുന്നില്ല. മറുപടിയുടെ ആകത്തുക അതാണ്. അതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനുള്ള കാരണങ്ങളിലേക്ക് പോകുമ്പോൾ, ഒന്ന്, ജാതീയമായ ചേരിതിരിവുകളിൽപ്പെട്ട് അത്തരം അണിനിരത്തലുകളിൽ ജനങ്ങൾ വലിയ വിഭാഗം കുടുങ്ങിപ്പോകുന്നു. വർഗീയതയുടെ അണിനിരത്തലുകൾ, അതിൽ കുടുങ്ങിപ്പോകുന്നു. വർഗീയതയുടെ അണിനിരത്തലുകൾ ജനങ്ങൾ കുടുങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ വർഗീയമായി പരസ്പരം ആക്രമിച്ചിട്ടോ പരസ്പരം വകവരുത്തിയിട്ടോ നിങ്ങളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. അപരനല്ല നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന അപരനല്ല, ഈ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയാണ്. പക്ഷെ പലരും അങ്ങനെയല്ല കരുതുന്നത്. ശോഷക വ്യവസ്ഥ എപ്പോഴും ചില അപരത്വത്തെ നിർമ്മിക്കും. ജാതീയതയുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നം ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. അതിനെ അഭിസംബോധന ചെയ്യാൻ കഴിയണം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, ജനകീയ പ്രസ്ഥാനത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതിനെ വേണ്ട പോലെ ഇപ്പോഴും അഭിസംബോധന ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. ഈ പരിമിതിയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടും ജമ്മു കാശ്മീരിൽ തരിഗാമിക്ക് ജയിക്കാൻ കഴിഞ്ഞു, ബഹുജന പിന്തുണ എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ തരിഗാമിക്ക് അനുകൂലമായി പ്രവർത്തിച്ചത് എന്താണ്? അത് കൂടുതൽ പഠിച്ചിട്ട് മറ്റ് സ്ഥലങ്ങളിലും അത്തരം പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിയണം. വലിയ എതിർപ്പ് BJPയും കോൺഗ്രസും വളരെ ശക്തമായി ജനങ്ങളെ രണ്ട് ഭാഗത്തേക്ക് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും 3 അസംബ്ലി സീറ്റുകൾ രാജസ്ഥാനിൽ ചെങ്കൊടി പ്രസ്ഥാനത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, CPIM-ന്. അവിടെല്ലാം ദരിദ്ര കൃഷിക്കാരുടെയും ഇടത്തരം കൃഷിക്കാരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരുപാട് ഉശിരൻ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതാണ് ആ വിജയത്തിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതുപോലുള്ള സമരങ്ങൾ മറ്റു സ്ഥലത്ത് സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ സ്വയം വിമർശനപരമായി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വരുത്തേണ്ട തിരുത്തലുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലെ ഗവൺമെൻറ് ജീവനക്കാരും ഇടത്തരക്കാരും ഒക്കെ അടങ്ങുന്നത് മാത്രമല്ല, ജുബി ജോപ്രികളിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്കിടയിൽ അടക്കം ഞങ്ങൾ വ്യത്യസ്തരാണ് എന്നുള്ള മട്ടിൽ കുറച്ചൊക്കെ ഇടതുപക്ഷ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ കഴിഞ്ഞു. ഇനിയും നീണ്ടുപോകാവുന്നതാണ്. ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പാർട്ടി ചോദിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ സ്വയംവിമർശനപരമായിട്ട് തന്നെ ഞങ്ങൾ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തേണ്ട വിഷയങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്. കേരളത്തിൽ ഇക്കാര്യത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ വിഭാഗം ജനങ്ങളുമായി വളരെ ദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന വർഗഭൂജന സംഘടനകൾക്കും കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഒരു തുടർഭരണമുണ്ടായി സമീപകാല കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം തന്നെ തിരുത്തി എഴുതിയത്. ആ തുടർഭരണത്തിനൊരു തുടർച്ചയുണ്ടാക്കാൻ കഴിയും എന്ന ചർച്ച സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കഴിയുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അതിനുള്ള സാധ്യത രൂപപ്പെട്ടിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതൊന്നുമില്ല, 10 വർഷം ഇവർ ഭരിച്ചല്ലോ, ഇനി നമുക്ക് അവസരം കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിച്ച് അതിൻ്റെ പേരിൽ ആ മോഹം വെച്ചുകൊണ്ട് പരസ്പരം അടിപിടി കൂടുന്ന രാഷ്ട്രീയ വിഭാഗങ്ങളും കേരളത്തിലുണ്ട്. ഇതെല്ലാം കേരളത്തിലുണ്ട്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി അത് സുവിദിതമാണ്, ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അത് ഈ തുടർഭരണത്തിലൂടെ പ്രതിഫലിക്കപ്പെട്ടതാണ്. അത് തുടരുന്നുണ്ടോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യാൻ ആദ്യം ഒരു അവസരം നമുക്ക് വരുന്നുണ്ട്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാൻ അവസരം കിട്ടും. അപ്പോൾ നമുക്ക് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ. ഈ കേരളത്തിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ BJP പറഞ്ഞു കയറുന്നു പറഞ്ഞിരുന്നു. പല തെറ്റാണ് പാർട്ടി നിർദ്ദേശങ്ങൾ പ്രതികരിക്കും. ഇതിപ്പോൾ നടന്നത് പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ഈ BJPയുടെ കടന്നുകയറ്റം ചെറുക്കാൻ എന്താണ് CPM-ന്റെ പ്രോഗ്രാം? CPIM-ന്റെ 3 വർഷം മുമ്പ് നടന്ന പാർട്ടി കോൺഗ്രസ് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇന്ത്യൻ സമൂഹത്തിൽ ഒരു 30% ഉറച്ച ഒരു സ്വാധീനമുണ്ട്. മറ്റു കാര്യങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചാലും സംഘപരിവാറിന് ഒരു 30% പിന്തുണ വോട്ട് ചെയ്യുന്നവരുടെ ഉണ്ട് എന്നുള്ളൊരു സ്ഥിതി
ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഒരു പൊതുബോധ നിർമ്മിതിയാണ്. ആ പൊതുബോധ നിർമ്മിതിയിൽ സംഘപരിവാർ വിജയിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരിപ്പം ഗുജറാത്തിൽ ചില സുഹൃത്തുക്കൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി പുതിയ സാഹചര്യത്തിൽ വിളിച്ചു. അപ്പോൾ ഗുജറാത്തിലേക്ക് പോയിരിക്കുകയാണ്, ഞങ്ങൾ അവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളാണ് അവർ. അവരിത് ആലോചിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. മഹാത്മാഗാന്ധിയുടെ നാടിപ്പം ഈ മഹാത്മാഗാന്ധിയുടെ ഘാതകന്മാരുടെ രക്തം പുരണ്ട കരങ്ങളിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വേദനയോട് കൂടിയിട്ടുള്ള വിസ്മയം തോന്നുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ ജീവൻ കവർന്നെടുത്തവരുടെ കൂട്ടാളികൾക്ക്, അവരുമായി ബന്ധപ്പെട്ടവർക്ക് തുടർച്ചയായി 3 തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ച്, മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ 1 വർഷം മുമ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം നേടി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ മാറ്റണം എന്നാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അത് പരാജയപ്പെടുത്താൻ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഇടപെടൽ കൊണ്ടാണ് കഴിഞ്ഞത്. അപ്പം ഇത് ഇന്ത്യൻ സമൂഹത്തിലെ വലിയൊരു വെല്ലുവിളിയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും BJP അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നില്ലേ എന്ന ചോദ്യം നമ്മുടെ സമൂഹം ഉന്നയിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പൊതുബോധ നിർമ്മിതി ഇവർക്ക് പിന്നിൽ അണിനിരക്കുന്നത് കുറച്ചിലാണെന്നുള്ളൊരു ബോധം കേരളത്തിൽ മുമ്പുണ്ടായിരുന്നു. BJPയോടൊരു അനുഭാവം എനിക്കുണ്ട് എന്ന് നമ്മളുടെയൊക്കെ മുമ്പിൽ സമ്മതിക്കാൻ മുമ്പുണ്ടായിരുന്ന കുറച്ചിൽ, ജാള്യത, അതില്ലാതായതിൽ ഒരു ഘടകം തുടർച്ചയായി കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാണ് നമ്മൾ എന്ന ഭരണാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉള്ളിലുള്ള ന്യായീകരണം. നമ്മൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കുകയാണ്, ഇപ്പം ഇന്ത്യ വരല്ലേ ഭരിക്കുന്നത്, അപ്പോൾ പിന്നെ അവരുമായിട്ട് സഹകരിച്ചാൽ എന്താണ് എന്ന തരത്തിലുള്ള ഒരു ന്യായീകരിക്കൽ സമ്പ്രദായം, അത് വെച്ചിട്ടാണ് അവർ പിന്നെ എല്ലാവരെയും കുറ്റം പറയും. അപ്പോൾ ഇതും കുഴപ്പമില്ല, നിങ്ങളുടെ കൂട്ടത്തിലും കുറേ കുഴപ്പമുണ്ട്, ഇവരുടെ കൂട്ടത്തിലും കുറേ കുഴപ്പമുണ്ട്, പക്ഷേ ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഈ അധികാരത്തെ ആസ്പദമാക്കിയിട്ടുള്ള രാഷ്ട്രീയ ന്യായീകരണം, രാഷ്ട്രീയ സാധൂകരണം, അതാണ് ഞാനിങ്ങനെ വാക്കുകൾ അന്വേഷിക്കുകയായിരുന്നു. രാഷ്ട്രീയ നിലപാടിൻ്റെ സാധൂകരണം എന്താണ്? ഇന്ത്യയിലെ ഭരണ പാർട്ടിയാണ് എന്നുള്ളതാണ്. ആ സാധൂകരണ പ്രതിഭാസം കേരളത്തിലും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇത് കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്നെ വിളിച്ച് ചില സഖാക്കൾ പറഞ്ഞിട്ടുണ്ട്, സഖാവേ, നമ്മളൊന്നും ഒരിക്കലും BJPയുടെ കൂടെ പോകുമെന്ന് കരുതാത്ത ചില ആളുകൾ ഇവിടെ ഇപ്പോൾ ചെറിയ ചില അനുഭവം കാണും. നമ്മുടെ ആളുകളൊന്നുമല്ല, പക്ഷേ സമൂഹത്തിൽ ചില മാന്യന്മാരുണ്ടല്ലോ, ഇടത്തരക്കാർ, പൊതുക്കാര്യ പ്രസക്തർ എന്നൊക്കെ പറയുന്ന ചിലരാണെങ്കിൽ ചിലരെക്കുറിച്ച് പറഞ്ഞത് ഞാൻ പറയാം. പാത്തും പതുങ്ങിയൊക്കെ ഇവരുമായിട്ട് സഹകരിച്ചിരുന്ന ചില ആളുകൾ ഇപ്പോൾ പരസ്യമായിട്ട് അവരുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കിതുപോലെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത് പല തലങ്ങളുണ്ട്. ഒന്ന്, വ്യത്യസ്ത മേഖലയിലുള്ള പ്രമുഖർക്ക് പലർക്കും അംഗീകാരം കിട്ടണമെന്നുണ്ട്. അപ്പോൾ പത്മഭൂഷണും പത്മശ്രീയൊക്കെ ആരാ കൊടുക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ പ്രാഞ്ചിയേട്ടന്മാർ പലരും അക്കാരണത്താൽ ഇവിടേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ ഇതൊരു പ്രതിഭാസമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. പല പ്രദേശത്തും അപ്രതീക്ഷിതമായി ഭരണത്തിൽ വരാൻ വേണ്ട സ്വാധീനം ഇവർ നേടിയെടുക്കുന്നു. ത്രിപുര ഉദാഹരണമാണ്, ഞാനങ്ങോട്ട് പറയാം. ബംഗാൾ പോലെ, പശ്ചിമ ബംഗാൾ പോലുള്ളൊരു സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ഗൗരവമുള്ള ഒരു പ്രതിഭാസമാണ്. ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങളിലും ഈ പ്രതിഭാസം വർദ്ധിക്കുന്നുണ്ട്.
പക്ഷെ കേരളത്തിൽ ഈ ശക്തികൾക്ക് അക്കൗണ്ട് തുറക്കാൻ ഇടതുപക്ഷം ഒരിക്കലും അവസരം കൊടുത്തിട്ടില്ല. ഈ പത്രസമ്മേളനം നടക്കുന്ന ജില്ലയിൽ BJPക്ക് ഒരു MLA ഉണ്ടായിരുന്നു. ആ MLAക്ക് ജയിക്കാൻ, BJP MLAക്ക് നേമത്ത് നിന്ന് ജയിക്കാൻ വോട്ട് കിട്ടിയത് എവിടാണെന്ന്, അദ്ദേഹം ജയിച്ച അസംബ്ലി തിരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ വോട്ടും അതിന് തൊട്ട് മുമ്പ് നേമത്ത് അസംബ്ലി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും താരതമ്യപ്പെടുത്തി നോക്കിയാൽ പ്രാഥമിക ഗണിതശാസ്ത്രം അറിയുന്ന ആർക്കും ആരുടെ വോട്ട് കൊണ്ടാണ് നിയമസഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ അവർ കഴിഞ്ഞത് എന്നറിയാം. കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചു, നിയമസഭയിലേക്ക് BJP ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്, ആ അക്കൗണ്ട് ഞങ്ങൾ ഇത്തവണ പൂട്ടാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. ആ അക്കൗണ്ട് പൂട്ടിയ ശിവൻകുട്ടിയാണ് ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്സഭയിലേക്ക് BJPയുടെ ഒരാൾ കേരളത്തിൽ ജയിച്ചിട്ടുണ്ട്. ആ ആൾ ജയിച്ച പാർലമെൻറ്റ് മണ്ഡലത്തിൽ UDFന് അത് സിറ്റിംഗ് സീറ്റാണ്. എൻ്റെ സുഹൃത്ത് TN പ്രതാപനാണ് അവിടെ നിന്ന് ജയിച്ചത്. അദ്ദേഹം ജയിക്കുമ്പോൾ UDFന് കിട്ടിയ വോട്ട് എത്രയാണ് എന്ന കണക്കെൻ്റെ മാന്യ സുഹൃത്തുക്കൾ നോക്കുക. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. LDFൻ്റെ വോട്ട് മുൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 16,000 കൂടിയിട്ടില്ലേ എന്ന് കണക്ക് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കോൺഗ്രസ് ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരാളെ കൊടുക്കുക മാത്രമല്ല ചെയ്തത്. നിങ്ങൾ എഴുതുമോ ഇത്? ഞാനീ പറയുന്നത് നാളെ ഒരു ബോക്സിൽ കൊടുക്കുമോ? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ BJPക്ക് ഇപ്പോഴും ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ രാജ്യസഭയിൽ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്, കേരളത്തിലെ നേതാക്കന്മാർ. പക്ഷേ ഇവിടെ നിന്നല്ല കൊടുത്തത്, രാജസ്ഥാനിൽ നിന്നാണ് കൊടുത്തത്. കൂടുതൽ വല്ലതും ഞാൻ പറയണോ അതിനെക്കുറിച്ച്? പറയണ്ടല്ലോ, വ്യക്തമല്ലേ ഞാൻ പറഞ്ഞത്? ഇതൊന്നും അറിയാതെ എൻ്റെ മാന്യ സുഹൃത്ത് എനിക്ക് അഭിനന്ദന സന്ദേശം അയച്ചത് ഇങ്ങനെ BJPയെ സഹായിക്കുന്ന നിലപാട് CPM ഉണ്ടാകാതെ നോക്കിക്കൊള്ളണമെന്ന് എന്നോട്. ആരാ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഏതോ സംഘപരിവാറിൻ്റെ ഏതോ നേതാക്കന്മാരുടെ ചിത്രത്തിന് മുമ്പിൽ കൈതൂപ്പി നിന്നൊന്നും പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. വ്യക്തിപരമായി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. പക്ഷേ CPMൻ്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് സംഘടനാപരമായ തീരുമാനമെടുത്ത് കഴിയുമ്പോൾ അഭിനന്ദന സന്ദേശത്തിൽ പോലും CPM എന്തോ BJPയെ സഹായിക്കുന്നവരാണെന്നുള്ള മട്ടിലുള്ള കുത്ത്, അങ്ങനെയാണ് അഭിനന്ദന സന്ദേശം അയക്കുന്നത്. അതിനിന്ദന സന്ദേശമാണ് യഥാർത്ഥത്തിൽ. അത് വസ്തുതാ വിരുദ്ധമാണ് എന്ന് എൻ്റെ സുഹൃത്തിനോട് പറയാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ BJP ഉയർത്തുന്ന ഭീഷണി വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. അതിനകത്ത് CPIMനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. CPIMൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഇക്കാര്യത്തിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ CPIMന് യാതൊരു വൈമനസ്യം ഉണ്ടാവില്ല. ക്ഷമിക്കണം, അല്പം നീണ്ടുപോയി മറുപടി. ഈ അക്കൗണ്ട് തുറക്കാൻ CPI സഹായിച്ചില്ലെന്ന് പറഞ്ഞു. പക്ഷേ നേരത്തെയൊക്കെ കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിൽ BJP വോട്ട് വർദ്ധിപ്പിക്കുന്നു പറഞ്ഞതിനപ്പുറത്തേക്ക് ഇപ്പോൾ CPMന്റെ സ്വാധീന മേഖലയിൽ കൂടി BJP വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ എടുത്താലും കാട്ടാക്കട എടുത്താലും പല മേഖലകളിലും CPM വോട്ടിന്റെ BJPയിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം പോയിട്ടുള്ളത്. അങ്ങനെ അതിനോട് സപ്പോർട്ട് ചെയ്ത ഒരു ചോദ്യം കൂടെ. അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ പോലും ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയിൽ നിന്ന് നേരെ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ചെന്ന് കയറുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കളായിരുന്നവർ ഇങ്ങോട്ട് വന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ അധ്യക്ഷന്മാരാകുന്ന അവസ്ഥയുണ്ട്. അപ്പം ഫലത്തിൽ പൊതുസമൂഹത്തിന് ഈ കാവിയും ചുവപ്പും തമ്മിലുള്ള വ്യത്യാസമില്ലായ്മ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇതുണ്ടാക്കിയത്? രണ്ട് ഭാഗമായിട്ടാണ് ഈ ചോദ്യത്തെയും ഉപചോദ്യത്തെയും സമീപിക്കേണ്ടത്. ഒന്ന്, CPIMൻ്റെ സ്വാധീന മേഖലകളിൽ അവിടെയും UDFൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ മാത്രമല്ല, CPIMൻ്റെ സ്വാധീന മേഖലകളിലും BJP വളരാൻ ശ്രമിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് വളരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടത്. ഇത് ബന്ധപ്പെട്ട കമ്മിറ്റികൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ച് അത് തടയാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പം കോൺഗ്രസിൻ്റെ ചെലവിൽ മാത്രം
BJP വളരുന്നു എന്നുള്ളതല്ല. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തെളിവൊന്നും കൂടുതൽ ആവശ്യമില്ല, ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണത്. അത് ബോധപൂർവം തീരുമാനിച്ചിട്ടാണോ? ബോധപൂർവം തീരുമാനിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഏതാ ബേപ്പൂർ വടകര മോഡലുകൾ? ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിനും ലീഗിനും BJPക്കും രത്നക് സിംഗാണ് സ്ഥാനാർത്ഥി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ. കോൺഗ്രസിനും ലീഗിനും BJPക്കും ഡോക്ടർ മാധവൻകുട്ടിയാണ് ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി. ബാക്കി മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്ന ധാരണകൾ ഇതൊക്കെ നമ്മുടെ, പിന്നെ ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഇടതുപക്ഷത്തിനും CPMനും സ്വാധീനമുള്ള ചില മേഖലകളിലും BJP അതിൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കുന്നുണ്ട് എന്ന് കരുതണം. അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ട ഇടപെടൽ കർശനമായിട്ട് നടത്തണം CPM എന്നുള്ളതാണ്. ഈ കഴക്കൂട്ടത്തെ ഏരിയ സെക്രട്ടറിയുടെ കാര്യം, അത് മംഗലപുരം, അത് പാർട്ടി വളരെ ഗൗരവമായി കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഇതൊക്കെ ചർച്ച ചെയ്ത പാർട്ടി ജില്ലാ സമ്മേളനത്തിലും ഞാൻ പങ്കെടുത്തതാണ്, ഈ കാര്യങ്ങൾ അവിടെ പറഞ്ഞതാണ്. ഇദ്ദേഹം ഏരിയ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ കഥാപാത്രം CPIM എന്നതുപോലുള്ള ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് പാർട്ടിയുടെ ഇവിടുത്തെ ജില്ലാ നേതൃത്വം കൃത്യമായി കണ്ടുപിടിച്ചു. ജില്ലാ സെക്രട്ടറി തന്നെ കണ്ടുപിടിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പറയണമെന്ന് നിങ്ങൾ നിർബന്ധിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനും കൂടി ഇരുന്ന വേദിയിൽ അത് ചർച്ച ചെയ്തതാണ്. ഏരിയ സമ്മേളനത്തിന് മുമ്പ് ജില്ലാ സെക്രട്ടറിയെ സ്വാധീനിക്കാൻ വേണ്ടി ഇദ്ദേഹം വന്നു, ഏരിയ സെക്രട്ടറി. അത്രയും ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ സ്വാധീനത്തിന് ഉൾപ്പെടുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി V ജോയി ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഈ ഏരിയ സെക്രട്ടറിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ ജില്ലാ സെക്രട്ടറിക്ക് മനസ്സിലായി ഇത് നമ്മുടെ പാർട്ടിക്ക് പറ്റിയ രീതിയല്ലല്ലോ. എൻ്റെ ഈ രീതി ജില്ലാ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഈ ഏരിയ സെക്രട്ടറിക്ക് മനസ്സിലായി അവിടെ വെച്ച് തന്നെ, വീട്ടിൽ വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇയാൾക്ക് പലതരത്തിലുള്ള ബന്ധം നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം. ഇപ്പം ഇടതുപക്ഷമാണ് ഭരണത്തിലിരിക്കുന്നത്, നേതൃത്വത്തിലിരിക്കുന്നത്. അങ്ങനെ അവസരവാദപരമായി വരുന്നവരെ ഒന്നും അംഗീകരിക്കുന്ന പാർട്ടിയല്ല CPIM. പക്ഷേ ചിലയിടത്ത് നുഴഞ്ഞു കയറാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഈ സംഭവിച്ചത്. അവ തന്നെ അംഗീകരിക്കുകയില്ല, തൻ്റെ ഒരു നടപടി ഉണ്ടാവും എന്ന് മനസ്സിലായപ്പോൾ തന്നെ അദ്ദേഹം മറുകണ്ഠം ചാടി. ആ മറുകണ്ഠം ചാടാൻ വേണ്ട ബന്ധപ്പെടലുകൾ അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ചോദ്യം, മുമ്പ് BJPയിലുണ്ടായിരുന്നവർ ചിലർ CPMലേക്ക് വന്നിട്ടില്ലേ? ഇവിടെ പറയാനുള്ളത്, ഒരു മനുഷ്യൻ ഒരിക്കൽ തെറ്റായൊരു നിലപാടെടുത്തു എന്ന് കണ്ടാൽ ആ മനുഷ്യൻ തൻ്റെ തെറ്റായ നിലപാട് ശരിക്കും ആത്മാർത്ഥമായി തിരുത്താൻ തയ്യാറായാലും അത് അംഗീകരിക്കാതെ, ഹേ മനുഷ്യ, നിങ്ങൾ നിങ്ങളുടെ തെറ്റായ രാഷ്ട്രീയ നിലപാടെല്ലാം ഉപേക്ഷിച്ച് നന്നാകാൻ ശ്രമിച്ചാൽ അതൊന്നും ഞങ്ങൾ സമ്മതിച്ചു തരില്ല, നിങ്ങൾ നിങ്ങളുടെ തെറ്റായ നിലപാടിൽ തന്നെ തുറന്നുകൊള്ളണം എന്ന് ശഠിക്കണമെന്ന് പറയുന്നത് എൻ്റെ മാന്യ സുഹൃത്തെ ഒട്ടും ശരിയായ സമീപനമല്ല. നിലപാടുകൾ രണ്ട് തരത്തിൽ ആളുകൾ മാറ്റാം, ചുരുങ്ങിയത് രണ്ടിൽ കൂടുതൽ തരത്തിലും മാറ്റാം. ഒന്ന് അവസരവാദപരമായ നിലപാട് മാറ്റമാണ്, മറ്റൊന്ന് സ്വന്തം നിലപാട് ഇത്ര കാലവും തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തെറ്റായ നിലപാട് തിരുത്താനുള്ള സന്നദ്ധതയാണ്. അങ്ങനെയാണ് ഒരാൾ തിരുത്തുന്നതെന്ന് ബോധ്യപ്പെട്ടാലാണ് CPIM അവരെ സ്വീകരിക്കുക. ഒരുപാട് ഉദാഹരണം ഞാൻ പറയുന്നില്ല. TK ഹംസ ഇപ്പോഴും CPIMൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നയാളാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വിദ്യാർത്ഥി ഫെഡറേഷനുണ്ടായിരുന്നയാളാണ്. അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം, എനിക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത കാരണങ്ങളാൽ, പക്ഷേ അദ്ദേഹത്തിന് ന്യായീകരിക്കാവുന്ന കാരണങ്ങളാൽ അദ്ദേഹം കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടു. കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് വരെയായി മലപ്പുറത്ത്. അങ്ങനെ DCC പ്രസിഡൻ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ഭാഗമായിരുന്ന താൻ അതിൻ്റെ സയുക്തികമായ രാഷ്ട്രീയ തുടർച്ചയിലായിരുന്നില്ലേ നിൽക്കേണ്ടിയിരുന്നത്, എന്തിനാണ് ഞാൻ ഈ കോൺഗ്രസ്സിൽ വന്ന് ചേർന്നത് എന്ന നിലയിൽ അദ്ദേഹം ആ നിലപാട് മാറ്റി. അദ്ദേഹം CPIMൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ചു, പാർട്ടി പ്രവർത്തകനായി നടന്നു, മത്സരിച്ചു, MLA ആയി, മന്ത്രിയായി,
ലീഗിൻ്റെ സ്വാധീന മേഖലയായിട്ടുള്ള മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ലോക്സഭാംഗമായി 2004. അദ്ദേഹം വയസ്സായി, പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമൊന്നുമില്ല, ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയാണ്, പാർട്ടിയുടെ നിലപാടുകൾ ശക്തമായി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള പല ഉദാഹരണങ്ങളും ഞങ്ങളുടെ മുമ്പിലുണ്ട്. KT ജലീൽ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായി, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവായിരുന്നില്ലേ? ഇപ്പോൾ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ വക്താവാണ് KT ജലീൽ. അപ്പോൾ KT ജലീൽ മുസ്ലിം ലീഗ് വിട്ടുവരാൻ പറ്റും? ജലീലേ, നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ തന്നെ നിന്നോളൂ എന്നാണോ പറയേണ്ടിയിരുന്നത്? അപ്പോൾ ലീഗിൽ നിന്ന് വിട്ടുവരുന്നവരെ നിങ്ങൾ സ്വീകരിക്കുന്നു, കോൺഗ്രസിൽ നിന്ന് വിട്ടുവരുന്നവരെ ഓരോരുത്തരെയും പരിശോധിച്ചിട്ട് സ്വീകരിക്കാവുന്നവരാണോ വേണ്ടയോ എന്നെല്ലാം അല്ലയോ എന്ന് പരിശോധിച്ചിട്ടാണ് പാർട്ടി ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ വളരെ ശരിയായ മാനുഷികമായ ഒരു സമീപനമാണ് പിന്തുടരുന്നത് എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ എൻ്റെ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ചിലപ്പോൾ ചില വിലയിരുത്തലുകൾ തെറ്റിപ്പോകാം. അത് എറർ ഓഫ് ജഡ്ജ്മെൻ്റ് എന്നാണ് പറയുക. നമ്മളുടെ വിലയിരുത്തലിൽ നമുക്ക് സംഭവിച്ച ഒരു തെറ്റാണ്, അല്ല ബോധപൂർവമുള്ളൊരു തെറ്റല്ല. ബോധപൂർവം CPIM ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല, ഒരിക്കലുമില്ല. അതൊരു ആരോപണമാണ്. കേരളത്തിൽ കോൺഗ്രസിനെ കുറ്റം പറയുകയും കേരളം വിട്ടുടനെ കോൺഗ്രസിന്റെ പാളയത്തിൽ അഭയം തേടുകയും ചെയ്യുന്ന ഒരു ജാള്യതയുണ്ട്. അത് മറയ്ക്കാൻ ഈ സഖ്യം കേരളത്തിൽ ഓടി നടപ്പിലാക്കുന്നു, അതോ ദേശീയ തലത്തിൽ ഈ സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കും? അങ്ങനെയായിരുന്നു. എൻ്റെ സുഹൃത്ത് ആരോപിക്കുന്ന പോലെ ജാള്യതപ്പെടേണ്ട ഒരു സമീപനം CPIM പിന്തുടരുന്നില്ല. ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് ഏറ്റവും മിതമായ ഭാഷയിൽപ്പെട്ടാൽ സാമൂഹ്യ വിരുദ്ധമായ നയസമീപനങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര BJP ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒന്നാമത്തെ കടമ. പലരും ആ ഒന്നാമത്തെ കടമയിലാണ് നിൽക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി CPIM രണ്ടാമതൊരു കടമ കൂടി പറയുന്നുണ്ട്. എന്താ അത്? 10 വർഷക്കാലം കേന്ദ്രഭരണത്തിലിരുന്ന് ഇന്ത്യൻ സമൂഹത്തിൻ്റെ കോശങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വർഗീയ വിഷവും കുത്തി നിറച്ചിട്ടുണ്ട് RSSും സംഘപരിവാറും. ഇന്ത്യയുടെ കോശത്തിൽ, ശരീരത്തിൽ കോശങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ കോശങ്ങളിൽ വർഗീയതയുടെ വിഷം കുത്തി നിറച്ചിട്ടുണ്ട് ഇവർ, സംഘപരിവാർ. ആ ഇന്ത്യൻ സമൂഹത്തെ ഡീടോക്സിഫൈ ചെയ്ത് വിഷവിമുക്തമാക്കാനുള്ള ജോലി വേറെ എടുക്കണം. ഇവരെ തോൽപ്പിച്ചാൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും മോഹൻ ഭഗത്തിനെയും കേന്ദ്ര ഭരണാധികാരത്തിൽ നിന്ന് ഇറക്കി വിടുന്നത് കൊണ്ട് ആ ജോലി തീർന്നിട്ടില്ല, പിന്നെയും ജോലിയുണ്ട്. ഇന്ത്യൻ സമൂഹത്തെ വർഗീയ വിഷത്തിൻ്റെ പിടിയിൽ നിന്നും വിമുക്തമാക്കണം. വേറെ ഏതെങ്കിലും പാർട്ടി ഇത് പറഞ്ഞിട്ടുണ്ടോ? AICC സെഷൻ വല്ല പ്രമേയത്തിനെക്കുറിച്ച് പാസ്സാക്കിയിട്ടുണ്ടോ? AICC ഞങ്ങൾ വിമർശിക്കും, പക്ഷേ കോൺഗ്രസും കൂടെ പങ്കെടുത്തിട്ടുള്ള സമരത്തിലൂടെയേ ഇന്നത്തെ ഇന്ത്യയിൽ BJPയെ തോൽപ്പിക്കാൻ കഴിയൂ. ആ യാഥാർത്ഥ്യബോധം ഞങ്ങൾക്കുണ്ട്. കോൺഗ്രസിനെ പോലെ നയങ്ങളിൽ വ്യക്തതയില്ലാത്ത ഒരു പാർട്ടിയെ കൂടി ആശ്രയിക്കാതെ നമുക്ക് തന്നെ അങ്ങ് BJPയെ തോൽപ്പിക്കാം എന്ന് CPM പ്രമേയം പാസ്സാക്കിയതുകൊണ്ടുള്ള കാര്യമുണ്ടോ? രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ സാഹചര്യത്തിൽ അവിടുത്തെ ശാക്തിക ബന്ധങ്ങൾ മുഴുവൻ നോക്കി അതിനനുസരിച്ച് ഒരു രാഷ്ട്രീയ സമരതന്ത്രം ആവിഷ്കരിക്കുകയാണ്. BJPയും ഈ നവഫാസിസ്റ്റ് ശക്തികൾ ഉയർത്തുന്ന ഭീഷണിയെ പരാജയപ്പെടുത്തുന്നതിൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട്, പക്ഷേ അത് അവരും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവരത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നെഹ്റു മുതൽ തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിച്ച നമ്മുടെ പാർട്ടിയിൽ നിന്നും ജനങ്ങൾ ഇത്രമാത്രം അകന്നു പോകാൻ, കോൺഗ്രസിൽ നിന്ന് അകന്നു പോകാൻ എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് മുതൽ പിന്തുടർന്ന കുത്തകകളെ പ്രീണിപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങൾ, ജനങ്ങളെ മറന്നു പോകുന്ന സാമ്പത്തിക നയങ്ങൾ, ആ സാമ്പത്തിക നയങ്ങൾ ഞങ്ങൾ പിന്തുടർന്നത് തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ സാമ്പത്തിക നയങ്ങൾ തിരുത്താനുള്ള സന്നദ്ധതയും കൂടി കോൺഗ്രസിനുണ്ടാവണം. അതിനിയും കണ്ടിട്ടില്ല. വർഗീയതയ്ക്കെതിരായിട്ടുള്ള സമരവും എല്ലാതരം വർഗീയതകൾക്കുമെതിരായ സമരം എന്ന നിലയിൽ ശാസ്ത്രീയമായി വികസിപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിയണം. അതും കോൺഗ്രസ്സിന് ഇപ്പോഴും കഴിയുന്നില്ല. രാഷ്ട്രീയമായ അപ്പം അത്തരത്തിലുള്ള കോൺഗ്രസ് വിമർശനമുണ്ട്. പക്ഷേ കോൺഗ്രസ് വിമർശനം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ
കോൺഗ്രസ്സിന് BJPയെ തോൽപ്പിക്കാനുള്ള രാഷ്ട്രീയ സമരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ടെന്നുള്ള യാഥാർത്ഥ്യബോധവും ഞങ്ങൾക്കുണ്ട്. എൻ്റെ സുഹൃത്ത് പറയുന്നത് ഇത് രണ്ടും കൂടെ പറയുന്നത് ജാള്യതയാണെന്നാണ്. അല്ല, ശാസ്ത്രീയതയാണ് ഇത് രണ്ടും പറയുന്നത്. അതുകൊണ്ട് എവിടെല്ലാം BJPയും കൂട്ടരെയും തോൽപ്പിക്കാൻ കോൺഗ്രസുമായി സഹകരിക്കാനുള്ള സാധ്യതയുണ്ടോ അവിടെ എല്ലാം സഹകരിക്കും. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് നടന്ന സ്ഥലത്ത് ആ സഹകരണമുണ്ട്. എന്നാൽ കോൺഗ്രസുമായിട്ട് അത്തരത്തിൽ സഹകരിക്കാൻ പ്രായോഗികമായി സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ കോൺഗ്രസുമായിട്ട് സഹകരണം ഉണ്ടാവില്ല. അത് CPMന് മാത്രമല്ല, ഇന്ത്യ ബ്ലോക്കിൽ ആം ആദ്മി പാർട്ടിക്കുണ്ടോ? ആം ആദ്മി പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന ഡൽഹിയിൽ ഇപ്പോൾ BJPയാണ് ഭരിക്കുന്നത്. അവിടെ BJPയെ ഭരണത്തിൽ കൊണ്ടുവന്നതിൽ കോൺഗ്രസ്സിന് വല്ല പങ്കുമുണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഒരു മത്സരിക്കുകയായിരുന്നു, പങ്കുണ്ടെന്ന് ഞാൻ ആരോപിക്കുന്നില്ല. അപ്പം ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയമായൊരു സംവിധാനമുണ്ട്. അത് നിർമ്മിച്ചെടുക്കുന്നതിൽ CPIM വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കുന്ന നിങ്ങളിൽ ചിലർ തന്നെ പറയുന്നത് അത് CPIM അല്ല, സീതാറാം യെച്ചൂരിയാണ് അത് വഹിച്ചതെന്നാണ്. പ്രിയ സുഹൃത്തെ, സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് CPIMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ. CPIMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ ആ പാർട്ടി അംഗീകരിക്കാത്തൊരു നയം നടപ്പാക്കാൻ ഒരുമ്പെടില്ല. കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ പാർട്ടിയുടെ ആ നയം വളരെ ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ അസാമാന്യമായ നേതൃത്വ പാടവം സഖാവ് സീതാറാം യെച്ചൂരി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ട അഭിനന്ദനം കൊടുക്കേണ്ടതുമാണ്. അപ്പം ഇന്ത്യ ബ്ലോക്കിലുള്ള നമ്മുടെ സഹോദരി മമതാ ബാനർജി കോൺഗ്രസുമായിട്ട് സഹകരിക്കുമോ ബംഗാളിൽ? അപ്പോൾ അവിടെയും ജാള്യത വേണമെന്ന് എൻ്റെ സുഹൃത്ത് പറയും. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ഇതുവരെ യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗം, അങ്ങനെ ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗം വിളിക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് CPIM പോലെ നിലപാടെടുത്തതിൻ്റെ ഫലമായിട്ടാണോ ഈ ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗം ഇതുവരെ നടക്കാതിരിക്കുന്നത്? എന്താണ് എൻ്റെ മാന്യ സുഹൃത്തിനുള്ള ഇത് സംബന്ധിച്ച അറിവെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇതാണൊരു വസ്തുനിഷ്ഠ സാഹചര്യം. അപ്പോൾ BJPയും അവരുടെ നവഫാസിസ്റ്റ് നയങ്ങളും ശക്തിപ്പെടുന്നതിനെ ചെറുക്കാൻ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി നിൽക്കുന്ന വലുതും ചെറുതുമായ പാർട്ടികളെല്ലാം ഉത്തരവാദിത്വബോധവും ജാഗ്രതയും സൂക്ഷ്മതയും കയ്യൊതുക്കവും പക്വതയും കാണിക്കണം. CPIMൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല എന്ന് CPIMൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള തരത്തിൽ ഇവിടെ ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഈ ഇന്ത്യ ബ്ലോക്കിൻ്റേതായ രാഷ്ട്രീയ പ്രവർത്തനം ഉചിതമായ സന്ദർഭങ്ങളിൽ പുനരുജ്ജീവിപ്പിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും CPIMും ഇടതുപക്ഷ പാർട്ടികളും പരിശ്രമിക്കുക. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ വല്ലതും ഉണ്ടോ? അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് സംബന്ധിച്ച് ചർച്ച ചെയ്ത് ചില അഭിപ്രായങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ക്ഷമാപൂർവം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നഷ്ടപ്പെട്ടു പോയ സ്വാധീനം ബംഗാളിലും ത്രിപുരയിലും വീണ്ടെടുക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ മുന്നോട്ട് പോക്കിന് അനുപേക്ഷണീയമാണ്. നവഫാസിസ്റ്റുകളുടെ ആധിപത്യത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിലും ബംഗാളിൻ്റെയും ത്രിപുരയുടെയും സംഭാവന നൽകാൻ സാധിക്കണമെങ്കിൽ അവിടെ CPIMും ഇടതുപക്ഷവും ശക്തി വീണ്ടെടുക്കണം. അതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ അവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഡൽഹിയിലേക്ക് പോയിക്കഴിഞ്ഞാൽ ആദ്യമായി ഞാനൊരു പരിപാടിക്ക് പോകുന്നത് ബംഗാളിലാണ്. അവിടുത്തെ സഹാക്കളുമായിട്ട് കാണുന്നുണ്ട്, അവിടുത്തെ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ കമ്മിറ്റി പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ആദ്യത്തെ കമ്മിറ്റി തന്നെ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ പോകുന്നുണ്ട്. ത്രിപുരയിലേക്ക് പോകും. അവിടുത്തെ സഹാക്കളുടെ വിലയിരുത്തലും കാര്യങ്ങളുമെല്ലാം പഠിച്ച് അവരുമായി സംസാരിച്ച് ഇവിടെല്ലാം പാർട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ സ്വാധീനം എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള പരിശോധനയാണ് പാർട്ടി സംഘടനാപരമായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണി, അതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സംഘപരിവാറിൻ്റെ ഭീഷണിയെ നേരിടാൻ എന്നുള്ള പേരിൽ സംഘപരിവാറിൻ്റെ തന്നെ പ്രവർത്തന ശൈലി അവലംബിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലുള്ള കൂട്ടരുണ്ട്.
അതാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കേണ്ട മറ്റ് ഒരു ജനാധിപത്യപരമല്ലാത്ത പ്രവർത്തന ശൈലി പിന്തുടരുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ട് വേറെ പലരും ഉണ്ട്. അതുപോലെ ഇപ്പം എൻ്റെ മാന്യ സുഹൃത്ത് ചോദ്യം ഉന്നയിച്ചത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഞങ്ങളെല്ലാം മധുരയിലായിരുന്നപ്പോഴാണ് നടന്നത്. പിന്നെ തേടി പിടിച്ച് കണ്ടെത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം പുറപ്പെടുവിച്ചത്. ചില സന്ദർഭങ്ങളിൽ നമുക്കൊരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത പ്രസ്താവനകൾ അതിറക്കുന്നതിൽ ഇതുപോലുള്ള വെള്ളാപ്പള്ളി നടേശൻ ജിയെ പോലെയൊക്കെയുള്ള പല നേതാക്കന്മാരും ഉത്സാഹം കാണിക്കുന്നുണ്ട്. എന്താണ് അവർ യാഥാർത്ഥ്യബോധത്തോടുകൂടി സാഹചര്യത്തെ കാണാത്തത്? ഇപ്പം ഈ ഇറക്കിയ പ്രസ്താവന ഒരു തരത്തിൽ നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല, നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രസ്താവനകളെ അവഗണിക്കാൻ തക്ക പക്വത കേരളീയ സമൂഹത്തിനുണ്ട് എന്നുള്ള ഉറപ്പുകൊണ്ടായിരിക്കും അദ്ദേഹം തന്നെ ഈ പ്രസ്താവന പുറപ്പെടുവിച്ചുണ്ടാകുക. ഞാനിങ്ങനൊന്നും പറഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു പക്ഷേ അറിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. SNDPക്ക് BJPയുമായി അടുക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘമല്ലേ യോഗമല്ലേ SNDP യോഗം. ഒരിക്കലും BJPയുമായി ഏതെങ്കിലും തരത്തിൽ ആളുകൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിന് SNDP യോഗത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. NSSൻ്റെ കാര്യവും തന്നെയാണ്. NSSൻ്റെയും പാരമ്പര്യം ഇത്തരത്തിലുള്ള തീവ്ര വർഗീയ ശക്തികളുമായി സഹകരിക്കാൻ അനുവദിക്കുന്നതല്ല. പിന്നെ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞൂടാ. ഇപ്പം അതിനെക്കുറിച്ച് എനിക്കാണുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ ഈ BJPയുമായിട്ടൊക്കെ സഹകരിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ഉള്ളത്, അത് നമുക്കറിയാം. എന്തായാലും ശബ്ദം അതിൻ്റെ ഡെസിബൽസ് എല്ലാം പരിശോധിക്കാനുള്ളൊരു ശേഷി എനിക്കില്ല. അതുകൊണ്ട് അതെന്തോ ഇവിടെ നവോത്ഥാന സമിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ചുമതല വഹിക്കുന്നവർ അതെല്ലാം പരിഗണിക്കും, കണക്കിലെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2006-2011 VS മന്ത്രിസഭയെ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്കായിരുന്നല്ലോ കേരളത്തിലെ ഒരു മുണ്ടശ്ശേരിക്ക് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പോൾ സ്വാശ്രയ കോളേജ് സമരങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു അന്നത്തെ മന്ത്രിസഭ വരുന്നതും അല്ലെങ്കിൽ അന്നത്തെ ഒരു ഇടപെടലെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷം, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയല്ല. ഇന്ന് സ്വാശ്രയ സർവകലാശാലയിൽ നിന്ന് സ്വയംഭരണ കോളേജുകളിലേക്കും ഇന്ന് വിദേശ സർവകലാശാലകൾ നടപ്പിലാക്കാനുള്ള ബില്ലെല്ലാം പാസ്സാക്കി അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് അന്ന് ഈ കാര്യം നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് 10,000 കണക്കിന് വിദ്യാർത്ഥികൾ യുവതലമുറ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത് ഒഴിവാക്കാമായിരുന്നില്ല. അതിൽ കുറ്റബോധം തോന്നുന്നുണ്ടോ? 2006-2011 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പിന്തുടർന്ന വിദ്യാഭ്യാസ നയസമീപനങ്ങൾ ആ സാഹചര്യത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസ നയങ്ങളായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിർധനർക്ക്, സാമൂഹ്യമായി അരികുവൽക്കരിക്കപ്പെട്ടവർക്കെല്ലാമുള്ള ഒരു വലിയ സ്കോളർഷിപ്പ് പദ്ധതി, ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കപ്പെട്ടത് അന്നാണ്. അത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ പ്രൊഫസർ KN പണിക്കർ വൈസ് ചെയർമാനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അതിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമായിട്ട് UDF നിസ്സഹകരിക്കുകയായിരുന്നു. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ പ്രധാനമന്ത്രി ഈ പരിപാടിക്ക് വരുന്നതിനെ തന്നെ UDF എതിർത്തു. അവർ പറഞ്ഞു ഈ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളോട് ഞങ്ങൾ സഹകരിക്കുന്നില്ല. അതിൽ 5 MLA-മാർ വേണം. അതിൽ 3 പേര് ഭരണപക്ഷത്തു നിന്നും 2 പേര് പ്രതിപക്ഷത്തു നിന്നുമാണ്. ആ പ്രതിപക്ഷ MLA-മാരെ UDF തരികയുണ്ടായില്ല ആ കാലത്തൊന്നും. പക്ഷേ ആ സ്കോളർഷിപ്പ് പദ്ധതി അത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വന്നു. കേരളത്തിലെ UDF-ൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് ജി എന്നോട് പറഞ്ഞത്, ഞാനിതിന് വരും, ഞാൻ എൻ്റെ കേരളത്തിലെ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അവർക്ക് മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞ കാരണമെന്ന് അറിഞ്ഞോ? അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയത് അന്ന് അദ്ദേഹത്തിന് ലഭിച്ച ചില സ്കോളർഷിപ്പിനെ ആശ്രയിച്ചിട്ടാണ്. ഇന്ത്യയിലാകെ വേണ്ടതാണ് ഇതുപോലൊരു സ്കോളർഷിപ്പ്, നിങ്ങൾ നടപ്പാക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് ശ്രീ TK നായർ. അദ്ദേഹം പറഞ്ഞു
ഇപ്പോൾ ബഡ്ജറ്റിൽ 10 കോടിയാണ് വെച്ചിട്ടുള്ളത്. 10 കോടി രൂപയുടെയൊക്കെ ഒരു പദ്ധതിക്ക് സാറിന് പ്രധാനമന്ത്രി പോകാറില്ല എന്ന് പറഞ്ഞു. ഞാൻ വിശദാംശങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അവസാനം അത് 15 കോടിയാക്കി ഐസക്കിനോട് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ അന്ന് നടപ്പായിരുന്നു. അന്ന് സ്വകാര്യ സർവകലാശാല ആകാമെന്ന് തീരുമാനിച്ചിരുന്നില്ല. കാര്യം അത് അന്ന് അത്ര വ്യാപകമായ ഒരു പ്രശ്നമായി ഗവൺമെൻറ് പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഒരു വിഷയമായിട്ട് വന്നിരുന്നില്ല. ഇപ്പോഴത്തെ കാര്യം എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പറഞ്ഞു. പക്ഷെ അതിൽ ഒരു വസ്തുതാപരമായ പിശക് അറിയാതെ വന്നതാകാം. വിദേശ സർവകലാശാലകളൊക്കെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പാസ്സാക്കപ്പെട്ട നിയമം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. സ്വകാര്യ സർവകലാശാലകളാകാവുന്നതാണ്, വിദേശ സർവകലാശാലകൾക്ക് അനുമതിയില്ല. നമ്മൾ വളരെ അലക്ഷ്യമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കണം. ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ നോക്കിയത് കൊണ്ടാണ്. ഇപ്പം ഇല്ല ഇപ്പോഴത്തെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. ഭാവിയിൽ വിദേശ സർവകലാശാലകളുമായിട്ട് സഹകരണം എൻ്റെ സുഹൃത്ത് എത്രയോ കാലമായിട്ടുണ്ട്. വിദേശ സർവകലാശാലകളുമായി സഹകരിക്കുന്നതിനകത്തൊരു പ്രശ്നവുമില്ല. നമ്മൾ അറിയാത്ത ചില കാര്യങ്ങളാണ്. മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സംഭവിച്ച ഒരു നല്ല കാര്യം, അമേരിക്കയിലെ മികച്ച സർവകലാശാലകളുമായി ഇന്ത്യൻ സർവകലാശാലകൾക്ക് സഹകരിക്കാനുള്ള ഒരു സ്കീം നടപ്പാക്കപ്പെട്ടു. അപ്പോൾ അന്ന് തീരുമാനിച്ചത് ഇന്ത്യയിലെ 5 സ്ഥാപനങ്ങളും അമേരിക്കയിലെ 5 സ്ഥാപനങ്ങളും ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ ഇതിനെ തിരഞ്ഞെടുക്കണം. ദൗർഭാഗ്യവശാൽ ഇങ്ങനെ പലതിനും വിവാദപരമായ കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ പരിചരണം കൊടുക്കാറുള്ളൂ. അന്ന് 5 സ്ഥാപനങ്ങൾ അങ്ങനെ ഇന്ത്യയിൽ തിരഞ്ഞെടുത്തു. ഞാനിപ്പോൾ പറയാനെന്താ കാരണം, അങ്ങനെ തിരഞ്ഞെടുത്ത 5 സ്ഥാപനങ്ങൾ 3 IITകൾ സ്വാഭാവികമാണ്. ഏറ്റവും കൂടുതൽ പണം മുടക്കി ആയിരക്കണക്കിന് ഏക്കറിലുള്ളതാണ് IITകൾ. 3 IITകളെ തിരഞ്ഞെടുത്തു. ഒരു IIMനെ തിരഞ്ഞെടുത്തു. IITയോ IIMോ അല്ലാതെ ഒരൊറ്റ സ്ഥാപനത്തെ മാത്രമേ ഇന്ത്യയിൽ നിന്ന് ഈ മൻമോഹൻ സിംഗ് ഒബാമ പദ്ധതി എന്ന മറ്റുമാണ് അത് അറിയപ്പെടുന്നത്, അതിൽ തിരഞ്ഞെടുത്തുള്ളൂ. ഒരൊറ്റ 5ാമത്തെ സ്ഥാപനം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഏതാന്ന്? നിങ്ങൾ പറയേണ്ടതായിരുന്നു. കൊച്ചിയല്ല. ഇടതുപക്ഷ 2006-2011 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻ്ററുകൾ. അത് പൂനെയിൽ അയുക്ക ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി, ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ജയൻ നർലേക്കറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പഠിച്ചു പോയ താണു പത്മനാഭൻ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ജയൻ നർലേക്കറുടെ കൂടെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ പോയി വിശദമായി കണ്ട് പഠിച്ച് ജയൻ നർലേക്കറുമായിട്ട് സംസാരിച്ച് അവിടെ ചുറ്റി നടന്നതിന് ശേഷമാണ് അന്ന് ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രി കേരളത്തിൽ എന്തുകൊണ്ട് ഇത് തുടങ്ങിക്കൂടാൻ തീരുമാനിച്ചത്. അങ്ങനെ ചുരുക്കി പറയാം, കേരളത്തിൽ തുടങ്ങിയ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലൊന്നായ കോട്ടയത്തെ MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്ററാണ് ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഉന്നത വിദ്യാഭ്യാസ പഠന ഗവേഷണ മേഖലയിലെ സഹകരണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനം. അതിൻ്റെ പേരിൽ കേരളം തല ഉയർത്തി നിൽക്കേണ്ടതാണ്. കാര്യം ഇത് IIT അല്ല, IIM അല്ല, അത്രയും പണം മുടക്കിയിട്ടില്ല. ബാക്കി 4 അങ്ങനെയുള്ളതാണ്. ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒറ്റ സ്ഥാപനം മാത്രമേ അന്ന് ഈ പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. അത് ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളതാണ്. അപ്പം ഇത്തരം നടപടികൾ പലതും കൈക്കൊണ്ടിട്ടുണ്ട്. അത് നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നില്ല, നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ട് സ്വകാര്യ സർവകലാശാലയ്ക്ക് തീരുമാനിച്ചു? സ്വകാര്യ മേഖല വേണ്ട, ഒരിക്കലും പാടില്ല എന്നുള്ളൊരു തീരുമാനം ഒരു കാലഘട്ടത്തിലും CPIMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കൈക്കൊണ്ടിട്ടില്ല. പൊതുമേഖലയ്ക്കൊപ്പം സ്വകാര്യ മേഖലയും ഉണ്ടാവണം. വ്യവസായത്തിലുണ്ട്. EMS മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ ഗ്വാളിയർ റയോൺ സ്ഥാപിച്ചത്, ബിർളയുടെ. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. കേരളം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കല്ല. കേരളത്തിന് മാത്രമായൊരു നയം രൂപീകരിക്കാൻ കഴിയില്ല. എന്നാൽ ലെനിൻ്റെ റഷ്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിരുന്നു. ആ ലെനിൻ്റെ റഷ്യയിൽ വിദേശ മൂലധന നിക്ഷേപമാകാം, സ്വകാര്യ നിക്ഷേപമാകാം, സ്വകാര്യ മുതലാളിത്ത ഘടകങ്ങൾക്കും പ്രവർത്തനത്തിന് സൗകര്യം കൊടുക്കാം എന്നുള്ളതാണ് ന്യൂ ഇക്കണോമിക് പോളിസിയിലൂടെ ലെനിൻ നടപ്പാക്കിയത്. ന്യൂ എക്കണോമിക് പോളിസി ഓഫ് ലെനിൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കിത് കിട്ടും, വായിച്ച് നോക്കാം. റെഡിലി അവൈലബിൾ ആണ്. കളക്ടർ വർക്ക്സ് നോക്കണ്ട.
അപ്പോൾ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിരുന്ന ലെനിൻ്റെ ബോൾഷെവിക് റഷ്യയിൽ സ്വകാര്യ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തണം സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ എന്ന് തീരുമാനിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ സൈദ്ധാന്തിക പിൻബലത്തിലാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ ആകാം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, വളരെ പരിമിതമായ അധികാരാവകാശങ്ങളുള്ള ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഈ എമ്പുരാൻ സിനിമയിലെ സംഘപരിവാറിന്റെ ഘടനയിലും പറഞ്ഞു. അതേസമയം രാജ്യസഭയിൽ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യം BP-51 ലെഫ്റ്റും വീണ്ടും റിലീസ് ചെയ്യാൻ തയ്യാറാകുമെന്നാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിന് വളരെ കൃത്യമായൊരു നിലപാടുണ്ട്. വസ്തുതാപരമായതും വസ്തുതാപരമല്ലാത്തതും സാങ്കല്പികമായതും അതിശയോക്തിപരമായതും ഒക്കെ കവിതയിലും കഥയിലും സിനിമയിലും നാടകത്തിലും ഉണ്ടാവാം. എനിക്ക് യോജിപ്പുള്ളതുണ്ടാകാം, ഞാൻ വിയോജിക്കുന്നുണ്ടാവാം. പക്ഷെ ഞാൻ വിയോജിക്കുന്നുണ്ടെങ്കിൽ വിയോജിച്ചൊരു നിരൂപണം പ്രസിദ്ധീകരിക്കാം, നിങ്ങൾക്ക് വിയോജിച്ചൊരു കഥ എഴുതാം, നിങ്ങൾക്ക് കവിത എഴുതാം, നിങ്ങൾക്ക് വിയോജിച്ചൊരു സിനിമ ഇറക്കാം, നിങ്ങളുടെ നറേറ്റീവ്, നിങ്ങളുടെ ആഖ്യാനം അത് കൊണ്ടുവരാം. അതിനെ ബാൻ ചെയ്യുകയല്ല വേണ്ടത്. ബാൻ ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില അന്നേരത്തെ ആവേശത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ ഇന്ത്യൻ ഭരണഘടനയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? സമൂഹത്തിൽ കലഹമുണ്ടാക്കാൻ, ലഹളയുണ്ടാക്കാൻ, ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പാടില്ല. ഇപ്പം നമുക്കെല്ലാം വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട വേഷവിധാനങ്ങൾ ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനെതിരെ ആരെങ്കിലും വന്നാൽ നമുക്കതിനെ ചോദ്യം ചെയ്യാം. ഇപ്പം പിന്നെ തട്ടമിടുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, ഹിജാബും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ ഈ വസ്ത്രധാരണം സംബന്ധിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം അതൊരാൾ ഒരു വസ്ത്രവും ധരിക്കാതെ എനിക്ക് പൊതുനിരത്തിലൂടെ നടക്കാൻ ഉള്ള അവകാശമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്താലോ നമ്മളെല്ലാം ഭ്രാന്തിയോ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ പിടിച്ചു മാറ്റും, ഇല്ലേ? അവരെ കടന്നാക്രമിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം എല്ലാ സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണങ്ങൾ വേണം. അപ്പോൾ ആശയപ്രകാശന സ്വാതന്ത്ര്യം അത് ലെഫ്റ്റ് ആണെങ്കിലും മറ്റ് സിനിമകളാണെങ്കിലും കവിതകളാണെങ്കിലും കഥയാണെങ്കിലും അതിനെ നിരോധിക്കുക എന്നുള്ള നിലയിലല്ല, അവയ്ക്കെതിരായിട്ടുള്ള സർഗാത്മകമായ നിരൂപണങ്ങളും വിമർശനങ്ങളും പ്രതികരണങ്ങളും അതാണ് വേണ്ടത്. സംവാദമാകാം, പക്ഷേ നിരോധനം പാടില്ല സാഹിത്യകൃതികളുടെ കാര്യത്തിൽ. അതിനകത്തിപ്പോൾ അശ്ലീലമെന്ന് മുദ്ര കുത്തപ്പെടുന്ന സാഹിത്യത്തെക്കുറിച്ച് തന്നെ നമ്മുടെ എബ്രഹാം മാത്യുവിനെ പോലുള്ളവർക്ക് പറയാൻ പറ്റും. അശ്ലീലമെന്ന് ആക്ഷേപിക്കപ്പെടുന്ന എത്രയോ കൃതികൾ, ലേഡി ചാറ്റേഴ്സ് ലവറാണ് അതിനകത്ത് എപ്പോഴും ഉദ്ധരിക്കപ്പെടുന്ന ഒന്ന്. ശീലവും അശ്ലീലവും അത് വായിക്കുന്നവരുടെ കണ്ണിലാണ്, അവരുടെ ഹൃദയത്തിലാണ്, അവരുടെ ബോധത്തിലാണുള്ളത്. ഇതെല്ലാം എന്നോ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്, എന്നോ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ എമ്പുരാൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഈ ആശാപ്രവർത്തകരുടെ സമരവും അതുപോലെ വരുന്ന CPM സമരവും താങ്കൾ തന്നെ പറഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ നടക്കുന്ന സമരങ്ങൾ ഒരു തിരിച്ചടിയായി മാറുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു തിരിച്ചടിയായി മാറുമെന്ന് തോന്നുന്നില്ല. ഈ സമരം പരിഹരിക്കേണ്ടതല്ലേ? ഏത് സമരവും ശ്രദ്ധിക്കേണ്ടതാണ്, അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ് മുഖ്യ വിഷയങ്ങൾ. അത് ചൂണ്ടിക്കാണിച്ചിട്ട് ദൗർഭാഗ്യവശാൽ സമരരംഗത്തുള്ള സഹോദരിമാർക്ക് അത് സ്വീകാര്യമായി തോന്നുന്നില്ല. ഈ ആശാ വർക്കർമാരെന്ന് പറഞ്ഞാൽ 30,000-ൽ താഴെയുണ്ട്. ഒരുപാട് സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ബാധിക്കുന്ന ഗൗരവമുള്ളൊരു പ്രശ്നത്തിന്മേലുള്ളൊരു സമരം സാധാരണഗതിയിൽ ആ രംഗത്തുള്ള സംഘടനകൾ കൂട്ടായിട്ട് ആലോചിച്ച് നമുക്കിതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ വേണ്ടി കൂട്ടായൊരു സമരം വേണ്ടേ എന്നാണ് ആലോചിക്കേണ്ടത്. അവരെങ്ങനെ സമരം ചെയ്യണമെന്നൊന്നും ഞാൻ ഉപദേശിക്കേണ്ട കാര്യമില്ല. പല സംഘടനകളുള്ളിടത്ത് ഒരു സംഘടന ഒറ്റയ്ക്കൊരു സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള നിരോധനവും ഞാൻ ഏർപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പം CPM പാർട്ടി കോൺഗ്രസ് ഒരു സമരത്തിൻ്റെ പണിമുടക്കിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് മെയ് 20-ാം തീയതി ദേശീയ ട്രേഡ് യൂണിയനുകളെല്ലാം കൂടി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. INTUC ഉണ്ട്, AITUC ഉണ്ട്, CIT ഉണ്ട്, അങ്ങനെ 7-8 ദേശീയ ട്രേഡ് യൂണിയനുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ വേറൊരു യൂണിയൻ പറയുകയാണ് അതിനേക്കാൾ അപ്പുറത്ത് 2-3 ഡിമാൻഡുകളും കൂടെ കൂട്ടിയിട്ട് ഞങ്ങളൊരു അഖിലേന്ത്യാ പണിമുടക്ക് നടത്താൻ പോവുകയാണ്.
ഇവരുടെ കൂടെ ഒന്നും ഞങ്ങൾ കൂടുന്നില്ല, പറയാൻ അവകാശമുണ്ട്. പക്ഷേ ഏത് ജനവിഭാഗത്തിൻ്റെയും ആവശ്യങ്ങൾ അവ ന്യായമാണെങ്കിൽ, പ്രായോഗികമായി അവ നേടിയെടുക്കാൻ കഴിയുന്നതാണെങ്കിൽ അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധ്യമായത്ര വിപുലമായ കൂട്ടുകെട്ട് ആ മേഖലയിൽ രൂപപ്പെടുത്തുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് ഈ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രംഗത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട സംഘടനകൾക്കൊന്നും ഇല്ലാത്ത താല്പര്യം ഇവർ മാത്രമായി ഒരു സമരം നടത്തി പരിഹരിക്കും എന്ന് കരുതുന്നു? രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മർമ്മപ്രധാനമായ കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇവർ സമരം നടത്തുന്ന സെക്രട്ടേറിയറ്റ് മുമ്പിലാണ്. സെക്രട്ടേറിയറ്റ് സമരകേന്ദ്രമാണ്. ഇതിൽ തീരുമാനം എടുത്ത് നാളെ തന്നെ സമരം അവസാനിപ്പിക്കാൻ തക്ക സഹകരണം നടത്താൻ പറ്റുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിലെ നേതാക്കന്മാർക്കാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു മന്ത്രി വരുന്നു, ഇവർ ആവേശപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ആ കേന്ദ്രമന്ത്രി ഇവരുമായി പാട്ടുപാടുക എന്തൊക്കെ ചെയ്യുന്നു, അതിനെല്ലാം ഉള്ള അവകാശമുണ്ട്. അദ്ദേഹം കലാകാരൻ്റെ എൻ്റെ സുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തോടൊരു പരാതി അവർക്ക് പറയാനില്ല. ചില പരാതി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹമാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ വിഷയം പരിഗണിക്കേണ്ടത്. കേരളത്തിൽ ആശാ വർക്കർമാർക്ക് 1000 രൂപ കിട്ടിയിരുന്നത് 7000 ഉയർത്തിയതിൽ LDFിൻ്റെ സംഭാവന എന്താണ്, UDFിൻ്റെ സംഭാവന എന്താണ് എന്നെല്ലാവർക്കും അറിയാം. ഒരർത്ഥത്തിൽ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന സഹോദരിമാരോട് എനിക്ക് നന്ദിയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം LDF ഗവൺമെൻറ് ശമ്പള വർധനവിന് അവരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ എത്ര 1000 രൂപ സംഭാവന ചെയ്തു, UDFിൻ്റെ കാലത്തെ സംഭാവന എന്താണ്, ഈ വസ്തുതകളൊക്കെ യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം കൂടുതൽ തിരിച്ചറിഞ്ഞത് ഈ സെക്രട്ടേറിയറ്റിനുള്ളിലെ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട ചർച്ച വഴിയാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഞാൻ അവരോട് നന്ദി പറയുകയാണ്. സമരക്കാരോട് പുച്ഛഭാവം, അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരവും ഭരണപക്ഷത്തിരിക്കുമ്പോൾ ആ ചെയ്ത കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുകയും ചെയ്യുന്നൊരു സമീപനം തുടർന്നു വരുന്നുണ്ട് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPMന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം സമരം ചെയ്യുന്ന ആളുകളോടുള്ള നേതാക്കളുടെ സമീപനം ഇപ്പോൾ അങ്ങ് പറഞ്ഞത് അഭിനന്ദിക്കുന്നു. പല കാര്യങ്ങളെയും ഞങ്ങൾക്ക് വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ഇവർക്ക് കൂട്ടിക്കൊടുത്ത ഓണറേറിയത്തിൻ്റെ കാര്യങ്ങളും പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനൊക്കെ അവസരമൊരുക്കി തന്നതിന് നന്ദി പറയുന്നു. പക്ഷേ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താങ്കളുടെ കീഴ്ഘടകങ്ങളിലുള്ള നേതാക്കളെല്ലാം ഇവരെ വളരെ സമൂഹത്തിൽ പുച്ഛിച്ചു തള്ളുന്ന ഒരു സമീപനം ഒന്ന്. രണ്ടാമത് ഇതിനോടൊരു ചേർത്ത് വയ്ക്കുന്ന സമീപം, ഒരു സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് മുതൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ, പാർട്ടിയുടെ വിവിധ ഭരണപരമായ കാര്യങ്ങൾ കൈയാളുന്ന ആളുകൾ ചില തെറ്റായ കാര്യങ്ങളിൽ വലിയ അച്ചടക്ക നടപടി നേരിട്ട് ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു, പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. പക്ഷേ ഭരണപരമായ കാര്യങ്ങളെല്ലാം തുടരുകയും ചെയ്യുന്നു. അപ്പോൾ പാർട്ടി തന്നെ എടുക്കുന്ന ഒരു തെറ്റുകാരനെന്ന് കണ്ടെത്തുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ പ്രസിഡന്റ് ആവട്ടെ, ഏത് തരത്തിലുള്ള ആളാവട്ടെ, ആ ആള് പൊതുസമൂഹത്തിലെ ആ സ്ഥാപനങ്ങളുടെ മേൽത്തട്ടിൽ ഇരുന്നുകൊണ്ട് അതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന പല കോർപ്പറേഷനുകളും. അപ്പോൾ അത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന പാർട്ടിയുടെ സന്ദേശം എന്താണ്? ആദ്യമായി പറഞ്ഞത് ഈ പുച്ഛമായ ഭാഷയിൽ സംസാരിച്ചു എന്നെല്ലാം പറഞ്ഞു. എന്തായാലും ഞാനിപ്പം അതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഇതെല്ലാം അത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിക്കാൻ കാരണമായത് ആരുടെ ഏത് ഭാഷാപ്രയോഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. പൊതുവിലൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ സുഹൃത്ത് പറഞ്ഞ ആരോപണം ശരിവെച്ചുകൊണ്ടല്ല, പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ആളങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ടല്ല. നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും പറയുമ്പോൾ മാന്യമായ ഭാഷ ഉപയോഗിക്കണമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. പുച്ഛവും ഒന്നും നമ്മൾ ശരിയോ തെറ്റോ ആയ ഒരു സമരം നമുക്ക് യോജിപ്പുള്ളതാകാം. അതിനെ മോശമായ ഭാഷയിൽ ഒരിക്കലും വിശേഷിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ആളുകളുടെയൊക്കെ ശൈലികൾ വ്യത്യസ്തമാണല്ലോ. ആ ശൈലിയിലുള്ള വ്യത്യാസം പുച്ഛമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടായി എന്ന വിലയിരുത്തലേക്ക് നമ്മളെ നയിച്ചു എന്ന് വരും. രണ്ടാമത് പറഞ്ഞ കാര്യം, ഈ ചില തെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടപടിക്ക് വിധേയരാക്കിയ ഒരാളെ മറ്റു ചില ചുമതലകൾ തുടരാൻ അനുവദിച്ചു എന്നുള്ളതാണ്. ഈ തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള ശിക്ഷാ നടപടി എടുത്താൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഭാഗമായി അവരെ പൂർണ്ണമായി നശിപ്പിച്ച് കളയുക എന്നുള്ളൊരു സമീപനം എടുക്കൽ. ഇതിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരന്മാരല്ലേ ഇവരെല്ലാം. അപ്പം ഈ ശിക്ഷ എന്ന് പറയുന്നത് ആനുപാതികമായിരിക്കണം, അനുപാതരഹിതമായിക്കൂടാ, അനുതാപരഹിതവുമായിക്കൂടാ. അപ്പം നമ്മൾ ഒരാൾ തെറ്റ് ചെയ്തു, അതിന് അദ്ദേഹത്തെ ഇക്കാര്യം ഇവിടെ നിന്നൊന്ന് മാറ്റി നിർത്താം, മറ്റേ സ്ഥലത്ത് അദ്ദേഹം തുറന്നോട്ട്. അങ്ങനെ ആ ഒരു സമീപനം മാനുഷികമായൊരു സമീപനമാണ്. അത്തരം സമീപനമായിരിക്കണം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കേണ്ടത്. മാധ്യമങ്ങളുടെ പൊതുവെ വിലയിരുത്തലാണ്
കേരളത്തിലെ CPM-ന്റെ പാർട്ടിയുടെ അവസാന വാക്ക് പിണറായി വിജയനാണ്. ഇപ്പൊ പിണറായിയുടെ നേതാവായിട്ട് മറ്റൊരു അധികാര കേന്ദ്രമായി മാറുമ്പോൾ ഇതിൽ നമ്മുടെ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളിൽ ചില സങ്കല്പനങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരും ആരുടെയും മുകളിലുള്ള നേതാവല്ല. 10 ലക്ഷത്തിലധികം സഖാക്കൾ ഈ പാർട്ടിയിലുണ്ട്. ആ 10 ലക്ഷത്തിലധികം വരുന്ന സഖാക്കളും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ മൂല്യമുള്ളവരാണ്. എന്നാൽ ഈ ഒരുപോലെ മൂല്യമുള്ളവർ വിവിധ തലങ്ങളിൽ വ്യത്യസ്ത ഉത്തരവാദിത്വങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രവർത്തനത്തിലൂടെ അവരുടെ ജീവിതത്തിലൂടെ അവർ ജനങ്ങൾക്കിടയിൽ അവർക്ക് ലഭിക്കുന്ന ചില സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ആയിട്ടുള്ളൂ. കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ആയിട്ടില്ല. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടില്ല, അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടില്ല ഗൗരിയമ്മ എന്നതിൻ്റെ പേരിൽ ഗൗരിയമ്മയ്ക്ക് കേരളീയ സമൂഹത്തിൽ ജനമനസ്സുകളിൽ എന്തെങ്കിലും ഒരു ഇടിവുണ്ടോ? ഇല്ല. കുറച്ചു കാലം ഗൗരിയമ്മ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാതെ അകന്നു നിന്നു, എതിർത്തു നിന്നു. പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. ഞാനുമൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമായിരുന്നു. വിജയേട്ടൻ അവിടെ പിണറായി അവിടെ പോയിട്ടുണ്ട് ഗൗരിയമ്മയെ ആദരിക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ മുമ്പിൽ ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ചില സഖാക്കൾ അത് വ്യത്യസ്ത പാർട്ടികളിൽ ചിലർ അവരുടെ സംഭാവനകളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്കൊരു ഇരിപ്പിടം നേടും. അപ്പോൾ അതിൽ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ പദവിയുണ്ടോ അത് മുകളിലാണോ കീഴിലാണോ എന്ന് നോക്കിയിട്ടല്ല. അതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. ആ വ്യത്യസ്ത ഘടകങ്ങളിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടി വരും. ആ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഒരാൾ എത്തിയപ്പോൾ അദ്ദേഹം മറ്റെല്ലാവരുടെയും മുകളിലായി എന്ന തരത്തിൽ കരുതേണ്ടതില്ല. ജനങ്ങൾ ആളുകളെ പരാമർശിക്കാൻ വേണ്ടി പല പ്രയോഗങ്ങളും നടത്തിയെന്ന് വരും. അപ്പോൾ ആ പ്രയോഗങ്ങൾക്ക് മറുപടിയായി ഇപ്പോൾ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ആണ് സഹ പിണറായി വിജയൻ എന്ന തരത്തിലുള്ള പരാമർശം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു, പൊതുവിൽ സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ ഇപ്പം മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു. ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പത്രത്തിന് തോന്നിയ പറ്റിയ സമയമാണ് കാച്ചാൻ. എന്ത് ചെയ്തു? എൻ്റെ പേരിൻ്റെ കൂടെ ഈ വിശേഷണം അങ്ങ് ചേർത്തു. എനിക്കറിഞ്ഞൂടാ, ഞാൻ എല്ലാം കണ്ടില്ല. ഈ പത്രങ്ങൾ പലതും എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള പത്രവിരുദ്ധന്മാരുടെ ചില ചാതുരിയാണ്. അതാകാം. പക്ഷേ സഖാവ് പിണറായി വിജയൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. PB-യിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നയാൾ പിണറായി വിജയനാണ്. പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത കൊണ്ടും. പിണറായി വിജയനെക്കുറിച്ച് പല വിമർശനങ്ങളുമൊക്കെ ഉയർന്നു വന്നിരുന്നു. പലതരത്തിലുള്ള വിമർശനങ്ങൾ, പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. നിങ്ങളിത് ചർച്ചയാക്കിയതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്നാൽ പ്രകൃതിക്ഷോഭങ്ങളും പ്രളയങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു. അത് കൈകാര്യം ചെയ്യുകയും കോവിഡിൻ്റെ കാലം മുതലാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങളെല്ലാം അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ വിശദീകരിക്കാൻ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു കാരണവരുണ്ടെങ്കിൽ ആ കാരണവരെ എങ്ങനെയാണോ കാണുക, അതുപോലെ കേരളീയ സമൂഹത്തിൻ്റെ ഒരു കാരണവരായിട്ട് പിണറായി വിജയൻ മാറി. നമ്മുടെ കൺമുമ്പിൽ, നിങ്ങളുടെ എല്ലാം കൺമുമ്പിൽ, എൻ്റെയും കൺമുമ്പിൽ സംഭവിച്ചതാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതോ ഇല്ലാതോ ആകുന്നതോ അല്ല. തനിക്ക് കിട്ടിയ ചുമതല, മുഖ്യമന്ത്രി എന്നുള്ള ചുമതല ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ചുമതലയുടെ നിർവഹണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. അതിനെ കേരളീയ സമൂഹം സ്വീകരിച്ചു. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം, എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പിണറായിയെ പല കാര്യങ്ങളിലും വിമർശിച്ചിരുന്ന ഒരാൾ ഈ സംഭവമെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരാളാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ പിണറായി വിജയനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടം അദ്ദേഹം കൈകാര്യം ചെയ്യും? അതൊരു നേതൃത്വ പാഠവുമാണ്. ആ നേതൃത്വ പാഠവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എക്സംഷൻ കൊടുത്തുകൊണ്ട്
കഴിഞ്ഞ തവണ പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹം തുറന്നത്, ഇത്തവണയിലും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും തുറന്നത്. അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നു അദ്ദേഹത്തിന് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല, അദ്ദേഹത്തിന് നിങ്ങൾ എക്സെപ്ഷൻ കൊടുക്കുകയാണ് എന്ന് നിങ്ങൾ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അസത്യമാണ്. സഖാവ് തീർന്നില്ല, അരമിനിറ്റും കൂടെ ക്ഷമിക്കും. സഖാവ് PK ശ്രീമതി ടീച്ചർ കേന്ദ്ര തലത്തിൽ മഹിളാ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നതിൻ്റെ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ ശ്രീമതി ടീച്ചറുടെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് പ്രായ നിബന്ധന ഇളവ് വരുത്തിക്കൊണ്ട് PK ശ്രീമതി ടീച്ചർക്ക് അംഗത്വം കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ. മണിക് സർക്കാർ പ്രായ നിയന്ത്രണം വെച്ച് ത്രിപുര സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാവേണ്ട ആളാണ്. പക്ഷേ മണിക് സർക്കാരിന് ഇളവ് അനുവദിച്ചുകൊണ്ട് ത്രിപുര സംസ്ഥാന കമ്മിറ്റിയിൽ മണിക് സർക്കാർ പ്രവർത്തിക്കുകയാണ്. ഈ സത്യം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പറയുന്നില്ല പിണറായി വിജയൻ മാത്രമാണെന്ന് ആണ്. അല്ല, തീർന്നിട്ടില്ല. തരിഗാമി ജമ്മു കാശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റിയും അവിടുത്തെ MLA പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടതാണ്. അദ്ദേഹത്തിന് ഇളവ് കൊടുത്തിട്ടുണ്ട്. അപ്പം ത്രിപുരയിൽ സഖാവ് മണിക് സർക്കാരിന് ഇളവ് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ സഖാവ് PK ശ്രീമതിക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. തരിഗാമിക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. CCയിലും PBയിലും സഖാവ് പിണറായി വിജയന് ഇളവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒറ്റയാളെ കാണുകയുള്ളൂ, പിണറായി വിജയനെ മാത്രം. പാർട്ടിയുടെ ക്യാപ്റ്റൻ എന്നുള്ള വിശേഷണം MABB സ്വീകരിക്കുന്നില്ല, അത് പിണറായി വിജയന് മാത്രമുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് മാത്രമുള്ളതാണെന്നോ ഞാൻ സ്വീകരിക്കുന്നില്ല എന്നോ അല്ല പറഞ്ഞത്. ഇത്രയും ഞാൻ വിശദീകരിച്ചത് സംക്ഷിപ്തമായി പറയാം. പൊതുപ്രവർത്തകരായി വരുന്ന ചില ആളുകൾ ഔപചാരികമായോ അനൗപചാരികമായോ നൽകപ്പെടുന്ന ഉത്തരവാദിത്വ സ്ഥാനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ വിശേഷണങ്ങളോ ഒക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വളരും. അതിനാദ്യം ഞാൻ ഗൗരിയമ്മയുടെ ഉദാഹരണം പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ തന്നെ സഖാവ് പിണറായി വിജയൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപിടി വിമർശകരുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില വിമർശകർക്ക് തന്നെ സഖാവ് പിണറായി വിജയൻ സ്വീകാര്യനായി മാറിയെന്നാണ്. അങ്ങനെ മാറുന്നതിൻ്റെ ഭാഗമായി പല വിശേഷണങ്ങളും വരും. ഉണ്ട്. VS ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. VSനെ ഇവിടെ ഞാൻ വന്നപ്പോൾ ആദ്യം പോയി കണ്ടത് VSനെയാണ്. പിന്നെ അതെ VS അത് യഥാർത്ഥത്തിൽ VSൻ്റെ കാര്യവും പറയാവുന്നതാണ്, നയനാരുടെ കാര്യവും പറയാവുന്നതാണ്. ഇതൊക്കെ അടുത്തുണ്ടായിരുന്നവരാണ്. VSൻ്റെ കാര്യം നിശ്ചയമായും പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് അല്ല, അതിൽ പാർട്ടിക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരാളിൻ്റെയും വ്യക്തിപൂജ ഈ പാർട്ടിയിൽ എത്ര മഹാനായി വളർന്നാലും, ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട് നമ്മുടെ കൺമുമ്പിൽ മഹാനായി വളർന്ന ഒരു വ്യക്തിയാണ്. ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്ന് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ ശില്പി. അയ്യങ്കാളിക്ക് അതേപോലൊരു പങ്കാളിത്തമുണ്ട്. അതുപോലെ EMS നമ്മുടെ കൺമുമ്പിൽ വളർന്ന വലിയ നേതാവാണ്. AKG നമ്മുടെ കൺമുമ്പിൽ വളർന്ന വലിയ നേതാവാണ്. പക്ഷേ ഇവർക്കൊന്നും അപ്രമാദിത്വം പാർട്ടി അനുവദിച്ചിട്ടില്ല. EMS ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതിനെൻ്റെ മേൽ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. അത് സഖാവ് VSനും സഖാവ് പിണറായിക്കും ബാധകമാണല്ലോ. ഇവരുടെ പേരിലും പാർട്ടി നടപടി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് നിങ്ങൾ ഓർത്താൽ മാത്രം മതി. അല്ല, ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെച്ചൊന്ന് അവസാനിപ്പിച്ചിട്ട് അടുത്ത വേറൊരു വിഷയത്തിലേക്ക് കടന്നുകൂടെ? അല്ലേ? ഓ, പിന്നെ അല്ല, ഈ പിന്നെ P ജയരാജനുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. പിണറായിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് ഏറെക്കുറെ ഒരു പൊതു അഭിപ്രായ സമന്വയത്തിലെത്തിയല്ലോ. P ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് ജയരാജന് അവിടെ ഒരുപാട് ആരാധകരുണ്ട്. P ജയരാജൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. എനിക്ക് ഏറ്റവും അടിയന്തരാവസ്ഥക്കാലത്ത് പാർട്ടിയുടെ പിന്നെ പ്രവർത്തകനായിരുന്നു. SFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് P ജയരാജൻ അടിയന്തരാവസ്ഥയുള്ളപ്പോൾ. അപ്പോൾ രഹസ്യ മീറ്റിങ്ങുകളിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഒരുമിച്ച് പുറത്തായിരുന്ന സമയത്ത്. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ് P ജയരാജൻ. അദ്ദേഹത്തെ തുണ്ടം വെട്ടി കയ്യ് ശരീരഭാഗങ്ങളൊക്കെ മുറിഞ്ഞുപോയി.
അദ്ദേഹത്തെ ഇന്ന് ജീവിച്ചിരിക്കാൻ സഹായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി. ഈ പാർട്ടി അദ്ദേഹത്തിന് കൊടുത്ത മനക്കരുത്ത്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആത്മധൈര്യം, പിന്നെ കണ്ണൂരിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ? സഹകരണ പ്രസ്ഥാനത്തിന് എന്താ ഒരാൾ ജീവൻ രക്ഷിക്കാൻ പറ്റുക? തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിലേക്ക് അപകടമുണ്ടായി കുറേ നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രാഥമിക ശുശ്രൂഷ കൊടുത്ത് ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ഒരു ആംബുലൻസ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാക്കി മാറ്റി ഡോക്ടർമാരും നഴ്സുമാരും അതിനകത്ത് നിന്ന് രക്തം കൊടുത്ത് മരുന്ന് കൊടുത്ത് അദ്ദേഹത്തെ നേരെ എറണാകുളത്തെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇതിൻ്റെ ഓരോ ഘട്ടവും ഞങ്ങൾക്കറിയാം. ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ സഹ പി ജയരാജൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഇടത് കൈ കൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ കണ്ണൂരിൽ അദ്ദേഹത്തിനോട് വലിയ സ്നേഹമാണ്, വലിയ ആവേശമാണ്. അവർ കണ്ണേ കരളെ എന്നെല്ലാം വിളിക്കും, ചെന്താരമെന്ന് പറഞ്ഞ് വിളിക്കും. അപ്പം അങ്ങനെയുള്ള ആരാധന അതിര് കടന്നു പോകുന്നു എന്ന് തോന്നിയപ്പോഴായിരിക്കും പാർട്ടി കമ്മിറ്റി എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവുക. അതല്ലാതൊന്നുമില്ല. പാർട്ടിയുടെ അവസാന വാക്ക് എം.എ. ബേബി എന്ന ജനറൽ സെക്രട്ടറിയുടെ ആയിരിക്കും, അതോ ക്യാപ്റ്റൻ പിണറായി വിജയനായിരിക്കും? പാർട്ടിയുടെ അവസാന വാക്ക് ഏത് ഘടകമാണോ ഒരു തീരുമാനമെടുക്കാൻ ചർച്ച നടത്തുന്നത് ആ ഘടകം ഭൂരിപക്ഷപ്രകാരം എടുക്കുന്ന തീരുമാനമായിരിക്കും പാർട്ടിയുടെ അവസാന വാക്ക്. കേരളത്തിലെ ഒട്ടനവധി നേതാക്കൾ എല്ലാ ഘടകങ്ങളിലും ഒറ്റപ്പെടുന്ന ആളുകളായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇപ്പോൾ പുതിയ മധുര പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ പിൻവാതിൽ നിയമനം നടന്നിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ അതായത് ഒട്ടനവധി നേതാക്കൾ താഴെത്തട്ട് മുതൽ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വന്ന ആളുകൾ അവരെല്ലാം അവഗണിച്ചുകൊണ്ട് ചില ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് പോലെ ചില ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെയും ഉൾപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ മുന്നോട്ട് പോക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉചിതജ്ഞമായ തീരുമാനമെടുക്കും. സഖായിപ്പ് ആരെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണോ ഈ പറഞ്ഞത് എന്ന് എനിക്കറിഞ്ഞുകൂടാ, ആയിരിക്കാം. പക്ഷെ ഞാൻ സഖാവിനോട് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, നവരത്നങ്ങൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന, ചുരുക്കി പറയാൻ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം പരത്തി നിങ്ങൾക്കൊക്കെ അറിയാതെ അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ നിയന്ത്രിക്കുകയാണ്. ചുരുക്കി പറയാൻ ഞാൻ കുറച്ചും കൂടെ ശീലിക്കണമെന്ന്. സുന്ദരയ്യ, EMS തുടങ്ങി AKG യും പീരാമൂർത്തിയും വരെയുള്ള 9 പേർ അവർ ഈ പാർട്ടി നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിലാണ് അവർ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ കഴിയും, അതുകൊണ്ട് പുതിയൊരു തലമുറ വേണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കുറേ പേരെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ക്ഷണിക്കപ്പെട്ട ഒരാളാണ് സഖാവ് സീതാറാം യെച്ചൂരി. സഖാവ് സീതാറാം യെച്ചൂരി എൻ്റെ കൂടെ SFIയുടെ അഖിലേന്ത്യാ സെൻറ്ററിൽ പ്രവർത്തിച്ചയാളാണ്. ഞാൻ പ്രസിഡൻ്റാണ്, നേപ്പാൾ ഭട്ടാചാര്യ ജനറൽ സെക്രട്ടറിയാണ്, സഖാവ് സീതാറാം യെച്ചൂരി ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങളുടെ സംഘടനാപരമായ തലം വെച്ച് നോക്കിയാൽ വേണമെങ്കിൽ പറയാം എന്നെക്കാളും 2 വയസ്സ് സീതാറാമിന് കൂടുതലുണ്ട്. പക്ഷേ സംഘടനാപരമായി ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പറും കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി മെമ്പറും സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ആയിരിക്കുമ്പോൾ ഡൽഹിയിലെ ഒരു ബ്രാഞ്ചിലാണ് സീതാറാം യെച്ചൂരി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഈ സംഘടനാപരമായ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷേ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് മനസ്സിലായി ഇപ്പോൾ ബ്രാഞ്ചിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ കഴിവ്, ഇത് പാർട്ടിയുടെ ഭാവിക്കൊരു വാഗ്ദാനമാണ്. കേന്ദ്ര കമ്മിറ്റിയിലെ SRPയോടും രവീന്ദ്രനാഥിനോടും MM ലോറൻസിനോടുമൊപ്പം അവരൊക്കെ എത്രയോ കാലം ഇവിടെ പ്രവർത്തിച്ച് പരിണതപ്പറ്റരായ ആളുകളാണ്. സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗമായി പ്രവർത്തിച്ചവരാണ്. കേരളത്തിൽ 10,000 ലക്ഷക്കണക്കിന് മെമ്പർഷിപ്പുള്ള കേരളത്തിൽ അവരുടെ കൂട്ടത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായി എടുത്തിയ ഒരാളാണ് സഖാവ് സീതാറാം യെച്ചൂരി. ബ്രാഞ്ചിൽ നിന്ന് നേരിട്ടാണ്. പിൻവാതിൽ പ്രവേശനമാണോ അത്? ആ സഖാവ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും എക്കാലം ഓർമ്മിക്കുന്ന വലിയ നേതാവായിട്ട് മാറിയില്ലേ? സഖാവ് പ്രകാശ് കാരാട്ട് ഒഴിയുമ്പോൾ അദ്ദേഹമല്ലേ വന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ ആലോചിച്ചാൽ കുറ്റബോധം തോന്നുന്ന ഒരു തീരുമാനവും എടുക്കില്ല. വളരെ ശരിയായ തീരുമാനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ പിൻവാതിൽ നിന്ന് ഇന്നത്തെ ആരെയും ലക്ഷ്യം വെച്ച് സഖാവ് പറഞ്ഞെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സമീപകാലത്ത് പാർട്ടിയിലുണ്ടായ ഏറ്റവും വലിയ പിൻവാതിൽ കടന്നുകയറ്റം സഖാവ് സീതാറാമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവിനെയും പ്രാഗൽഭ്യത്തെയും കുറിച്ച് നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ നേതൃത്വമാണ്. രാഹുൽ ഗാന്ധി വന്നിട്ട് പറഞ്ഞു, സീതാറാം യെച്ചൂരിയുടെ അനുശോചന യോഗത്തിൽ ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇന്ത്യ ബ്ലോക്കിൻ്റെ ആർക്കിടെക്റ്റുകളിൽ ഒരാളാണ് സീതാറാം യെച്ചൂരി. അത് സത്യമാണ്. പക്ഷേ അത് സീതാറാം യെച്ചൂരി ആർക്കിടെക്റ്റുകളിൽ ഒരാളായത് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചതുകൊണ്ടാണെന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞുകൂടാ.
അതറിയാത്തത് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നതെല്ലാം കോൺഗ്രസിൻ്റെ തീരുമാനമായി മാറുന്നതുകൊണ്ടാണോ വലിയൊന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ അംഗീകാരം നേടിയ സീതാറാം യെച്ചൂരി ബ്രാഞ്ച്, LC, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങനെ വന്ന ആളല്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇപ്പം ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ചരിത്രത്തിൽ എന്ന് പറയാൻ പറ്റും. ലിയോൺ ട്രോട്സ്കി, പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് പല വിമർശനങ്ങളുമുണ്ട്. പക്ഷേ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരൊരാളായിരുന്നു. ലെനിൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഒരാളായിരുന്നു ലിയോൺ ട്രോട്സ്കി. ലെനിൻ അദ്ദേഹമായിട്ട് ഏതാനും മണിക്കൂറുകൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പാർട്ടിയുടെ വലിയ വാഗ്ദാനമാണെന്ന് ലെനിൻ മനസ്സിലാക്കി ബോൾഷെവിക് പാർട്ടിയുടെ പ്രധാന നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ട്രോട്സ്കി ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വളർച്ച സംബന്ധിച്ച്. ചെഗുവേര, ഫിഡൽ കാസ്ട്രോ മെക്സിക്കോയിൽ വെച്ച് കാണുന്നു. അല്പസമയം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഫിഡൽ കാസ്ട്രോയ്ക്ക് മനസ്സിലായി അത് നേതൃത്വപരമായ കഴിവാണ്. ചെഗുവേര എഴുതിയിട്ടുണ്ട് അക്കാര്യം. അന്ന് മുതലുണ്ടായ സൗഹൃദമാണ് രണ്ടുപേരും തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് പിൻവാതിൽ നിയമനം എന്ന തരത്തിലുള്ള ആക്ഷേപം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉന്നയിക്കുന്നത് ശരിയല്ല. നമുക്ക് വളരെ നീണ്ടുപോയി ഇല്ലേ? ഇതുവരെ കൂടിയിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ടറാണ് ഞാൻ നടത്തിയത്. ഇപ്പോൾ ഈ ബീഹാർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ വോട്ട് ചിഹ്നിക്കാതിരിക്കുന്നത് ലക്ഷ്യം വെച്ച് ഇന്ത്യ ബ്ലോക്കിലെ യോഗം കൂടാനും അത് വീണ്ടും ഒരുമിപ്പിക്കാനും CPM-ന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അങ്ങ് മുൻകൈയായിരുന്നു. ഇതിന് ഞാൻ പറയുന്ന ഉത്തരം ഗുജറാത്തിലെ പേപ്പറുകൾ വരുമെന്ന് ഉറപ്പുണ്ടോ? അല്ല, ഇത് പിന്നെ ഇന്ത്യ ബ്ലോക്കിലെ കാര്യങ്ങൾ ഈ കഴിവതും പത്രമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യേണ്ടതല്ല. ഇന്ത്യ ബ്ലോക്ക് ഒരു രാഷ്ട്രീയമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ബ്ലോക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ സംസാരിക്കാം. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. മലയാളികളല്ലാത്ത നേതാക്കന്മാരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെയായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വികാരം വളരെ പ്രധാനപ്പെട്ടതാണ്. യോജിക്കുന്നു അതിനോട്. അങ്ങ് ഈ CMR-ൽ വീണ വിഷയത്തിൽ അങ്ങ് സ്റ്റാൻഡ് വളരെ ക്ലിയർ ആക്കി. ഇത് ലീഗലായിട്ടുള്ള ഒരു തീരുമാനം, ഒരു അറേഞ്ച്മെന്റ് ആണ്. എന്നാലും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഒരു ഗവൺമെന്റിന് അല്പം സ്റ്റേക്കുള്ള 15% അടുത്ത് സ്റ്റേക്കുള്ള ഒരു കമ്പനിയും ചീഫ് മിനിസ്റ്ററുടെ മകൾക്ക് ഒരു സേവനം കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്ന് പറയുന്നത് അതിനകത്തൊരു ധാർമ്മിക വിഷയമുണ്ട്. പാർട്ടി അങ്ങനെ കാണുന്നുണ്ട്? യഥാർത്ഥത്തിൽ ഈ കടുത്ത മുതലാളിത്ത ചൂഷണം നടക്കുന്ന ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യവസ്ഥയ്ക്കെതിരായിട്ട് എങ്ങനെ സമരം ചെയ്യാൻ കഴിയുമെന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. മാർക്സിൻ്റെ വളരെ പ്രസിദ്ധമായൊരു നിരീക്ഷണമുണ്ട്. മുതലാളിത്ത വ്യവസ്ഥയിൽ ജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ മുതലാളിത്തത്തിനെതിരായിട്ട് സമരം ചെയ്യുക. അപ്പം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളോ മകനോ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് പഠിക്കാൻ പാടില്ല എന്നില്ലല്ലോ. അവർ പഠിക്കുന്നു, അവർ ചില യോഗ്യതകൾ നേടുന്നു. എൻ്റർപ്രണർഷിപ്പ് നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു പിന്നെ എക്സ്ട്രാ ലോജിക് എന്ന് പറഞ്ഞ് ഒന്ന് സ്ഥാപിക്കുന്നു. CMR-ൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണത്, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കമ്പനിയല്ല. ആ കമ്പനിക്ക് ചില സേവനങ്ങൾ കൊടുക്കാൻ ഈ സ്ഥാപനം തയ്യാറാകുന്നു. അതിന് മാസം 5 ലക്ഷം രൂപ അവർ കൊടുക്കുന്നു. അത് കൊടുക്കുന്നത്, ആ രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് കണക്കിനകത്തുണ്ട്. ബാങ്ക് ട്രാൻസ്ഫറാണ്. ആ പൈസ ഇവർക്ക് കിട്ടുന്നു. ആ കിട്ടുന്ന പൈസയ്ക്ക് ഇവർ നികുതി അടയ്ക്കുന്നു. ഇതെല്ലാം നടക്കുകയാണ്. പിന്നെ വാദിക്കാവുന്ന ഒന്ന്, ഇതെല്ലാം ഇവർക്ക് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഈ സേവനം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു 5 ലക്ഷം രൂപ വീതം മാസം ഈ സേവനത്തിന് കൊടുക്കുന്ന ഈ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു 5 ലക്ഷം രൂപ വീതം മാസം സേവനത്തിന് പ്രതിഫലമായി കിട്ടുന്നത് വഴി ആ വ്യക്തിയുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നും നിയമപരമല്ലാത്ത ചില സഹായം ഈ കമ്പനിക്ക് കിട്ടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്ത് സഹായമാണ്
എന്ത് സഹായമാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിൽ നിന്നും ഈ കമ്പനിക്ക് കിട്ടിയതെന്ന് ഇവിടെ ഇതുവരെ ഒരു സ്ഥലത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് വസ്തുത. ഇത്ര ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പിണറായി വിജയനെ ആക്രമിച്ച് അപകീർത്തിപ്പെടുത്താൻ ഒരു മാർഗവുമില്ല എന്ന് കാണുമ്പോൾ ശരി എങ്കിൽ മകളെ ലക്ഷ്യം വെക്കാം. വളരെ മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ് ഇത്തരത്തിൽ ഉണ്ടാവുന്നത്. ഞാൻ ഈ പറഞ്ഞത് ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിനാണ് ഞാൻ പറഞ്ഞത്. മുതലാളിത്ത സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് മുതലാളിത്തത്തിനെതിരായിട്ട് സമരം ചെയ്യുക, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തിനു പിന്നെ നിങ്ങൾ ഈ മുതലാളിത്ത സമൂഹത്തിൽ ജീവിക്കുന്നു? നിങ്ങൾ ഇതിനെതിരാണെങ്കിൽ നമ്മൾ യുക്തിയുക്തമായിട്ട് ഈ കാര്യങ്ങളെ കാണുക. മാസം 5 ലക്ഷം രൂപ വാങ്ങുമ്പോഴും എന്ത് സേവനമാണ് അല്ല, അത് സംബന്ധിച്ച് ഇപ്പം അന്വേഷണങ്ങൾ നടക്കുകയല്ലേ, അതിൻ്റെ റിപ്പോർട്ടെല്ലാം വരട്ടെ, അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് യുക്തിരഹിതമായ യാതൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ സുഹൃത്ത് പറയുന്നത് പോലെ അങ്ങനെ 5 ലക്ഷം രൂപ ഒരു സേവനവും നൽകാതെയാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ കൊടുക്കണമെങ്കിൽ, അവിടെ ഞാൻ പറഞ്ഞത് ഇത് പരസ്പരബന്ധമാണ്, അങ്ങനെ കൊടുക്കണമെങ്കിൽ മറ്റെന്തോ ഒരു സഹായം ഇതിന് കിട്ടണം, കുഡ് പ്രോക്കോ. അതെന്താണ്? അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ പിണറായി വിജയൻ ഗവൺമെൻറ്റിൽ നിന്ന്? അത് തെളിയിക്കണ്ടേ? അല്ല പിന്നെ വെറുതെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു മുതലാളിയും ചെയ്യില്ല. അങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പൈസ കിട്ടാനാണെങ്കിൽ അത്ര വിലയിടിഞ്ഞയാളാണോ പിണറായി വിജയൻ? ഈ ഒരു മാസം 5 ലക്ഷം രൂപ വീതം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ആരോപണമൊന്നും വരേണ്ട കാര്യമില്ല. ഒരു തെറ്റ് കണ്ടെത്തിയാൽ നടപടിയെടുക്കാൻ. അവിടെയാണ് VS അച്യുതാനന്ദൻ നടപടിക്ക് വിധേയനായിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും എന്തെങ്കിലും ആശയം ഉന്നയിച്ചിട്ടാണോ? അല്ലല്ലോ. പരസ്യമായി ചില നിലപാടുകൾ പറയുകയും പാർട്ടിക്ക് അനുയോജ്യമല്ലാത്ത തർക്കങ്ങളിൽ പരസ്യമായി പത്രസമ്മേളനത്തിൽ ഇടപെടുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഈ 2 പേരുടെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ പത്രമാധ്യമങ്ങളുടെ ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ പാർട്ടിയിലെ ഏറ്റവും സമ്പന്നരായ നേതാക്കന്മാരുടെ മേലിൽ പോലും നടപടിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അഴിമതിയുടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവഗണിക്കുമോ ഈ പാർട്ടി? അത് തന്നെ ഒരു സാമാന്യ യുക്തിയല്ലേ? ഇവിടെ സാമാന്യ യുക്തിയല്ല. എന്താണ് കുഡ് പ്രോക്കോ? ഇതിന് പ്രതിഫലമായിട്ട് എന്താണ് പിണറായി വിജയൻ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്? ഒറ്റ അക്ഷരം അതിനെക്കുറിച്ച് പറയാനില്ല. ഇവിടെ ഇത് പിണറായി വിജയനല്ല കൊടുത്തിട്ടുള്ളത്, എക്സാലോജിക് എന്നുള്ള കമ്പനിക്കാണ്. അങ്ങനെ കുത്തിത്തിരിയേണ്ട അതിനിടയിലേക്ക് എൻ്റെ സുഹൃത്തെ. അല്ല അതെല്ലാം ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ടതാണ്. അതെല്ലാം സംബന്ധിച്ച് നടക്കട്ടെ, നിങ്ങൾ തന്നെ വെളിപ്പെടുത്തുക. ഈ നിയമാനുസൃതമായിട്ടുള്ള കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കമ്പനിയുടെ രജിസ്ട്രേഷനിൽ അതിന്റെ ഏക ഡയറക്ടറായിട്ടുള്ള വീണ ഉപയോഗിച്ചിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ അഡ്രസ്സാണ്. അതെങ്ങനെ വന്നു എന്ന് ഇതുവരെയെങ്കിലും ഒരു അന്വേഷണം പാർട്ടി നടത്തിയിട്ടുണ്ടോ? ഇതെല്ലാം പലതവണ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളാണല്ലോ. നമ്മളിപ്പോൾ പാർട്ടി കോൺഗ്രസ്സിന് ശേഷം ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ചിലർക്ക് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് എൻ്റേതായ വിശദീകരണം തന്നു, മറുപടി പറഞ്ഞു. വീണ്ടും നിങ്ങളുടെ സാമർഥ്യം അനുസരിച്ച് നല്ല നല്ല ചോദ്യങ്ങൾ, അതിന് ഇംഗ്ലീഷിൽ സ്പെഷ്യസ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും, ഇല്ലേ അനിൽ? സ്പെഷ്യസ് ആർഗ്യുമെൻറ്റ്സ് എന്നൊരു പ്രയോഗമുണ്ട്. എന്നാൽ കേൾക്കുമ്പോൾ വളരെ യുക്തിഭദ്രവും എന്നാൽ കൂടുതൽ പരിശോധിക്കുമ്പോൾ മറിച്ചും ആയിട്ടുള്ള വാചകങ്ങളാണ് അതിനാണ് പറയുന്നത്. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു വിഷയം പൊന്തി വന്നിരിക്കുന്നു. ഇപ്പം അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയുടെ പേരിനോട് സാമ്യമുള്ള ഒരു പേരാണ് SFIO, അല്ലേ? അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഫലം വരട്ടെ. നമ്മളെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ അതിൻ്റെ അന്വേഷണ ഫലം വരുന്നതുവരെ ജീവിച്ചിരിക്കാനുള്ള ആയുർഭാഗ്യം നമുക്കൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. അതാണുള്ളത്. അത് നല്ലൊരു ഫലിതമാണ്. അല്ല, അത് അതിൻ്റെ ഷോർട്ട് ഫോം അല്ലേ? അതെ. അല്ല, നമ്മൾ ഭാവിയിൽ ആരെ ആവും എന്നെല്ലാം ഉള്ളതിനെക്കുറിച്ച് നമ്മൾ ഊഹാപോഹങ്ങൾ നടത്തുന്ന പ്രശ്നമില്ല. നമ്മൾ ചർച്ച ചെയ്തത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് നാം ജീവിക്കുന്നത് ഒരു ആണധികാര സമൂഹമാണെന്നുള്ളതാണ്. അനുപമ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്
അപൂർവമായി മാത്രം സംഭവിക്കുന്നൊരു വ്യത്യാസമാണ്. അല്ലെങ്കിൽ ഈ സ്റ്റേജിലൊന്നും വനിതകളുണ്ടാവില്ല, അല്ലേ? അതല്ലേ നമ്മുടെ സമൂഹം. നമ്മുടെ എല്ലാം തൊലിക്കുള്ളിൽ, തൊലിയുടെ താഴെ പുരുഷാധിപത്യ മനോഭാവമാണ്. വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചായ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് തിരിച്ച് അടുക്കളയിൽ കൊണ്ട് വെക്കത്ത് പോലും ഇല്ല. ആ ഗ്ലാസ്സിലെത്തുകൊണ്ട് വയ്ക്കുമെന്ന് പറയും. അപ്പം അതിനൊരുപാട് തലങ്ങളുണ്ട് സമൂഹത്തിൻ്റെ പുരുഷാധിപത്യ സ്വഭാവത്തിന്. അത് തിരുത്താൻ ബോധപൂർവം ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. അങ്ങനെ ഒരുപാട് കുറവുകളുണ്ട് കേരളത്തിൽ. നിങ്ങൾക്ക് ഒരു സ്ത്രീ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ പോകുന്ന മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്കാണ്. നിങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട് മുഖ്യമന്ത്രി. ജില്ലാ സെക്രട്ടറി, ഒരു വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ടായിട്ടില്ല. പക്ഷെ വനിതാ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ അഹല്യ രംഗനേക്കർ. ജില്ലാ സെക്രട്ടറിമാരുണ്ടാകുന്നുണ്ട്. ഇത് പോരാ എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം. ഇത് പോരാന്ന് പറയുമ്പോൾ യാന്ത്രികമായിട്ടാണ് ഇതുണ്ടായിട്ടില്ല എന്നുള്ളതിന് പരിഹാരമായിട്ട് ഇവിടെ ഇരിക്കട്ടെ, അങ്ങനെയല്ല തീരുമാനിക്കേണ്ടത്. ഇവരെ ബോധപൂർവം, കഴിവുള്ള ധാരാളം പേർ വനിതകളുണ്ട്, അവരെ ബോധപൂർവം വളർത്തിക്കൊണ്ടുവരണം. അതിനുള്ള ശ്രമം ഇപ്പോൾ പാർട്ടി നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര കമ്മിറ്റിയിലെ പ്രാതിനിധ്യം 17% നിന്ന് 20%. ഞങ്ങൾ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതുകൊണ്ടൊരു ദോഷവുമില്ല. ഇപ്പോൾ ബൃന്ദക്കാരായിട്ടും ഞാനും കൂടെ ഞങ്ങൾ അടുത്തിരുന്ന് ഈ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രസിദ്ധീകരണം മറിച്ച് നോക്കുമ്പം അതിനകത്ത് ഗോദാവരി പരലേക്കറുടെ ഒരു ചിത്രം വന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് കാണുകയും ഇടപെടുകയും ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ജീവിച്ചിരിപ്പില്ല. പുസ്തക ബൃന്ദക്കാരായിട്ട് പറഞ്ഞു, നമ്മുടെ PBയിൽ ആദ്യം വരേണ്ടിയിരുന്ന നേതാവാണിത്. സത്യമാണ്. പല കാരണങ്ങളാലും വന്നില്ല. ഗൗരിയമ്മ, CC പോലും. അപ്പം പണ്ട് പല സാഹചര്യത്തിലും നടക്കേണ്ടിയിരുന്ന പലതും നടക്കാതെ പോയിട്ടുണ്ട്. അത് തിരുത്താൻ വേണ്ടി ബോധപൂർവം സ്വാഭാവികമായി നമ്മൾ സമൂഹത്തെ പരുവപ്പെടുത്തണം, സമൂഹത്തെ ഒരുക്കിയെടുക്കണം, പാർട്ടിയെ ഒരുക്കിയെടുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് CPIMൻ്റെ പരിപാടി. നിങ്ങളെല്ലാം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ, പുള്ളി ചിന്ത പബ്ലിഷേഴ്സിൻ്റെ പുസ്തക വിൽപ്പനയുടെ കരാറും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ തിരുവനന്തപുരത്ത് 2000 ആണ്ടിൽ, 4 നൂറ്റാണ്ട് മുമ്പ് CPIMൻ്റെ പാർട്ടി പരിപാടി കാലോചിതമാക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അന്ന് കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ആ പരിപാടിയിൽ ജനകീയ ജനാധിപത്യത്തിൻ്റെ കാലഘട്ടത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം കുടുംബ ബന്ധങ്ങൾ ജനാധിപത്യപരമാക്കാൻ ശ്രമിക്കണം എന്നൊരു വാചകമുണ്ട്. അത് 1964 പരിപാടിയിലില്ല. കാര്യം അന്ന് ആ കോൺഷ്യസ്നെസ് ഇല്ല, അന്ന് ആ ബോധമില്ല. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ജനാധിപത്യപരമല്ല. വീട്ടിൽ ചെല്ലുന്നതോടുകൂടി ഭർത്താവ് മുതലാളിയും ഭാര്യ തൊഴിലാളിയുമായി മാറും. ഇത് മാർക്സ് എംഗൽസ് പറഞ്ഞിട്ടുള്ളതാണ്. ആ കാലം മുതൽ തുടരുന്ന ഈ സമ്പ്രദായം ഇന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം തിരുത്തേണ്ടതുണ്ട്. ആ തിരുത്തൽ നമ്മൾ ഓരോരുത്തരും വരുത്തേണ്ടതാണ്. നമ്മളിൽ വരുത്തേണ്ടതാണ്, നമ്മുടെ കുടുംബത്തിൽ വരുത്തേണ്ടതാണ്, നമ്മുടെ സമൂഹത്തിൽ വരുത്തേണ്ടതാണ്. അതിന് ആരെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയോ ഇവിടെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്ന് ചോദിക്കുകയോ ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല. അതിനേക്കാളും വലുതാണ് ഈ പ്രശ്നം. അതാണ് CPIMൻ്റെ നിലപാട്. അപ്പം അങ്ങനെ വനിതാ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു കാഴ്ചപ്പാട് ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ചർച്ചയിൽ നമുക്ക് ഇന്നത്തെ ഈ സംവാദം അവസാനിപ്പിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.